ആള് അലങ്കാരത്തിനുള്ളതല്ല. എൻ്റെ അവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. കാമവിവശനായ എൻ്റെ അച്ഛനെ ഞാൻ കൊല്ലും എന്നായിരുന്നു ലക്ഷ്മണൻ പറഞ്ഞിരുന്നു. രാമൻ ഒന്നും മിണ്ടിയില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. സംസാരകാരിണി ആയത് അവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. ലക്ഷ്മണ, നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നീ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്ക്. വയലന്റായ അവസ്ഥ മാറ്റിവെച്ച് സൈലന്റായി ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് കേൾക്ക്. സംസാരകാരിണി ആയത് അവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. അച്ഛനെ കൊല്ലും എന്നൊക്കെ നീ പറഞ്ഞുവല്ലോ, അത് നിന്റെ അറിവില്ലായ്മയാണ്. അച്ഛനെ കൊല്ലും എന്ന് നീ പറഞ്ഞത് അത് നിന്റെ അറിവില്ലായ്മയാണ്. നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ആ വാചകം പറയുമായിരുന്നില്ല. ഈ കോളേജ് ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ഒരുപാട് ചിന്തകളുമായാണ് ഞാൻ കടന്നു വന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് നിറഞ്ഞ സന്തോഷമാണ്. ജീവിതത്തിൽ ഭൗതികമായ ഒരു നേട്ടവും ഇങ്ങോട്ടുള്ള യാത്രയിലില്ല. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഉറങ്ങാതെ ഇതുപോലെ വ്യത്യസ്തമായ, കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട ഹൈന്ദവ സമൂഹത്തിലെ ഒരു ആശ്രമത്തിലെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് ഇന്നലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നിങ്ങോട്ട് വന്നത്. നല്ലൊരു ലക്ഷ്യമുണ്ട് ഞങ്ങൾക്ക്. ആ ലക്ഷ്യം നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു തരിക എന്നുള്ളതാണ്. ഞാനിവിടെ ഏറ്റവും ആത്മാഭിമാനത്തോടെ ഓർക്കുന്നത് എൻ്റെ ഫഹീമിനെ, നിങ്ങളോട് ഇവിടെ സ്വാഗത ഭാഷണം മോദി സംസാരിച്ച ഫഹീമിനോട്. അവൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ അവൻ്റെ കോളേജിൽ സംസാരിക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ഞാൻ എടുക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും റിട്ടേൺ ഇല്ലാത്ത ഒന്ന് നമ്മുടെ സമയമാണ്. കോടികൾ കൊടുത്താൽ തിരിച്ചു പിടിക്കാൻ അംബാനിമാർക്കും ബിർളമാർക്കും ബിൽഗേറ്റ്സുമാർക്കും സാധിക്കാത്ത ഒരേ ഒരു സംഗതി, എന്തും ലോകത്ത് വിലക്കെടുക്കാം, നഷ്ടപ്പെട്ട സമയം ഒരിക്കലും വിലക്കെടുക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ദുഃഖിച്ചിട്ട് ആ നഷ്ടപ്പെട്ടത് ആ ദുഃഖം കൊണ്ട് സോറ കൊണ്ട് ഒരിക്കലും തിരിച്ചെടുക്കാനും കഴിയില്ല. ബോധപൂർവമായി ഇടപെടേണ്ടതാണ് മനുഷ്യന്റെ ജീവിതം. ബോധപൂർവം ഇടപെട്ടാലല്ലാതെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനോ വരുന്ന ആളുകളെ ഉജ്ജ്വലമായി ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റാനോ സാധിക്കുന്നത് ബോധപൂർവമായ സമയത്തെ ഇടപെടുന്നവരാണ്. ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായിരുന്നു ഹിറ്റ്ലർ. പക്ഷെ ഹിറ്റ്ലർ ക്രൂരനാകാൻ അദ്ദേഹത്തിന്റെ അച്ഛനൊരു കാരണക്കാരനായി. ലോകത്തൊരിക്കലും വിലയിരുത്താതെ പോയത് ഈ ക്രൂരൻ എങ്ങനെ ഉണ്ടായി. സ്വന്തം മാതാവിന്റെ മാറിടത്തിൽ നിന്ന് പിറന്നു വീഴുന്ന പരിശുദ്ധനായ കുട്ടി, പുഞ്ചിരി മാത്രം മുഖത്ത് പൂത്തുല്ലസിച്ച് ആവശ്യങ്ങൾ കരഞ്ഞു തീർക്കുന്ന ഒരു പിഞ്ചു പൈതൽ എങ്ങനെ ലോകം കണ്ട ക്രൂരനായി, എങ്ങനെ ലോകം കണ്ട മദ്യത്തിനും അതുപോലെ മയക്കുമരുന്നിനും എങ്ങനെ അടിമയായി. അതിനൊരു നാൾ വഴി ഉണ്ടാകും ജീവിതത്തിൽ. ആ നാൾ വഴികളെ ലോകത്തൊരിക്കലും ഒരാളും വിലയിരുത്തിയിട്ടില്ല. എങ്ങനെ കുറ്റവാളികൾ ഉണ്ടാകുന്നു. ലോകത്ത് പലരും വിലയിരുത്താതെ പോയത് കുറ്റവാളികളെ സൃഷ്ടിച്ചു. കോയമ്പത്തൂരിലെ വലിയ ജയിലുകളിൽ കുറ്റവാളികൾ ഒരുപാടുണ്ട്. പക്ഷേ ആ കുറ്റവാളികളുടെ പരിശുദ്ധമായ മനസ്സ്, ആ കുറ്റവാളികളായതിന്റെ സാഹചര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ് അറ്റ് ഹൈസ്കൂൾ. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നന്നായി പഠിച്ചൊരു കുട്ടിയായിരുന്നില്ല. ബട്ട് ഐ ആൾവേസ് എൻജോയ്ഡ് ദി അഫെക്ഷൻ ഓഫ് മൈ ടീച്ചർ. പക്ഷേ എൻ്റെ ടീച്ചർമാരുടെ എൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ എൻ്റെ പാരൻസിന് കിട്ടിയിരുന്നു. ബട്ട് ഐ ആൾവേസ് എൻജോയ്ഡ് ദി അഫെക്ഷൻ ഓഫ് മൈ ടീച്ചർ. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. എനിക്കൊരിക്കലും ഒരു ചീത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. വാരിക്കൂട്ടുന്ന മാർക്കുകൾക്കപ്പുറത്തായിരുന്നു ജീവിതം. പക്ഷെ അറിഞ്ഞില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ സഞ്ചരിക്കുന്ന റൂട്ട് ക്ലിയർ ആയിരിക്കും എന്നാണ് ഞാൻ വാദിക്കുക. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത രീതി അതാണ് ശരി എന്ന് നിങ്ങൾ വാദിക്കും. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ തിരിച്ചു നടക്കേണ്ടി വരും. ഒരു പിടി വേദനകളോടെ, ഒരു പിടി നൊമ്പരങ്ങളോടെ. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ശാസ്ത്രകാരനാരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇരട്ട പൗരത്വമുണ്ടായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ 2 വിവാഹം കഴിച്ച് ജീവിതത്തിൽ ഏറ്റവും ദുഃഖം ഏറ്റുവാങ്ങിയ ആൽബർട്ട് ഐൻസ്റ്റീൻ 54-ാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ കിടന്ന് നെയ്സുമാരുടെ മുമ്പിൽ പറഞ്ഞ 2 വാക്കുകളുണ്ട്. എന്റെ യൗവനം അതൊരു പാഴ്വേലയായിരുന്നു. ജീവിതത്തിൽ യുവത്വത്തെ ഏറ്റവും നഷ്ടപ്പെട്ട ഒരു ശാസ്ത്രകാരനായിരുന്നു ഞാൻ. എന്റെ യൗവനം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ
ഇനിയും ഒരു യുവാവായി ഞാൻ ഈ ഭൂമുഖത്ത് ഭൂജാതനായിരുന്നുവെങ്കിൽ ശാസ്ത്രകാരനായിട്ടല്ല, ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനായി, ഒരു പ്ലംബറായി, സാധാരണക്കാരിൽ സാധാരണക്കാരനായി. അമേരിക്ക എന്നെ ഉപയോഗപ്പെടുത്തി. ഞാൻ ജൂതനായിരുന്നു. അമേരിക്ക എന്നെ ഉപയോഗപ്പെടുത്തി. ഈ സമയം MC² എന്ന സൂത്രവാക്യം ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ലക്ഷോപലക്ഷം വരുന്ന നിരപരാധികളെ കൊന്നൊടുക്കുന്നതിൽ ട്രൂമാന്റെ നേതൃത്വത്തിൽ എന്റെ ജീനസായ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി. എന്റെ വേദനകൾ ഇനി എനിക്ക് ഈ മരണക്കിടക്കയിൽ കിടന്നു പറയാൻ ആരോടുമില്ല. എന്റെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന ബോധമാണ് എന്നിലുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരന് ബർട്രൻഡ് റസ്സൽ. പരാജയമായിരുന്നു ജീവിതം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കൂ. എഴുതാം, പ്രസംഗിക്കാം, എളുപ്പമാണ്. ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ അനുജത്തിമാരോട്, എന്റെ അനുജന്മാരോട് 41 വയസ്സ് കഴിഞ്ഞ് എനിക്ക് നിങ്ങളെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കാം. എന്നേക്കാൾ പ്രായമുള്ളവരുടെ ടീച്ചേഴ്സാണ്. ഞാൻ അവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നാളെ ഈ നാടിന്റെ സേവകരാകേണ്ടവരെ, ഈ നാട്ടിൽ വരുന്ന തലമുറയെ സ്നേഹിക്കേണ്ടവരെ, അങ്ങനെ ഒരു ജനവിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് ഫ്രീ സർവീസാണ് ഞങ്ങളെ സംബന്ധിച്ചത്. എത്ര ദൂരം യാത്ര ചെയ്താലും ആരും ഞങ്ങൾക്കൊന്നും തരേണ്ടതില്ല. കേൾക്കാനുള്ള അല്പസമയം, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിക്കാൻ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളെ തിരിച്ചേൽപ്പിക്കുക. ഈ കോളേജിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കും. എന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളാണ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അതെങ്ങനെ തുറന്നു കാണിക്കണമെന്നതും എനിക്കറിയില്ല. പക്ഷേ വളരെ പ്രധാനമായ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടോ? എന്താണ് മനുഷ്യൻ എന്ന ഈ മഹാബുദ്ധിജീവി, ഈ കോളേജ് സംവിധാനം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജീവവർഗത്തിനുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ പ്രസംഗിച്ച് ഉത്ഭുതമാക്കേണ്ടി വരുന്ന ഒരവസ്ഥ ജന്തുലോകത്തുണ്ടോ? ഉണ്ടോ? ജന്തുലോകത്ത് ഏതെങ്കിലും കരിങ്കുരങ്ങിന്റെ കരള് ഏറ്റവും നല്ല ചികിത്സയായി ലോകം നിർദ്ദേശിച്ചതാണ്. കരിങ്കുരങ്ങിന്റെ കരള് ഇന്ന് വരെ നിക്കോട്ടിൻ കലർന്നിട്ടുണ്ടോ? ഉണ്ടോ? പെത്തഡിനും ബ്രൗൺ ഷുഗറും അശീഷും മാരിജുവാനയും അതിന്റെ കരളിനെ കേടുവരുത്തിയിട്ടുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും ഒരു ജന്തുവിനെ, ഒരു നായയെ, ഒരു പൂച്ചയെ, അതിന്റെ പരിശുദ്ധമായ ആന്തരിക അവയവങ്ങൾ അത് സ്വയം കേടുവരുത്തിയിട്ടുണ്ടോ? പച്ചപ്പുല്ല് കഴിക്കേണ്ട ഏതെങ്കിലും ഒരു പശു പോത്തിറച്ചി കഴിച്ച് അതിന്റെ ശരീരഘടനയോട് അനാവശ്യമായി പ്രതികരിച്ചിട്ടുണ്ടോ? എന്നാൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി, അമ്മ താരാട്ടുപാടി താലോലിച്ചു വളർത്തിയ മകൻ ബെഡ്റൂമിൽ ബോധം കെട്ട് മാരിജുവാന അടിച്ച് ലോകത്ത് ആളുകൾ സാധാരണ പറയലെന്തറിയോ? എന്റെ മോൻ സൈലന്റാണ്, ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാരണം? എന്റെ മകൻ വളരെ സൈലന്റാണ്, ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്താ ചിരി? എന്തിന്റെ ചിരിയാ? ചിരിക്കുന്നത് പോലും അവൻ അറിഞ്ഞിട്ടില്ല. മാരിജുവാനയാണ് അവനെ ചിരിപ്പിച്ചിട്ടുള്ളത്. അവൻ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ജീവിതം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അവിടെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, 10 ലിറ്റർ പാല് ചുരത്തുന്ന ഒരു പശുവിന്റെ ക്വാളിറ്റി ആധുനിക യുവതലമുറക്കുണ്ടോ? നിങ്ങൾ പറയണം. ഒരു 10 ലിറ്റർ രാവിലെയും 8 ലിറ്റർ വൈകുന്നേരവും പാല് ചുരത്തുന്ന ഒരു പശു ഒരു കുടുംബത്തിന് സേവനമനുഷ്ഠിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലും അത് പഠിച്ചിട്ടില്ല. LKG UKGയും അത് കഴിഞ്ഞിട്ടില്ല. SLC അത് പഠിച്ചിട്ടില്ല. E=MC² എന്ന സൂത്രവാക്യം പഠിച്ചിട്ടില്ല. H2O പഠിച്ചിട്ടില്ല. A² AB + B² എന്ന മാത്തമാറ്റിക്സിന്റെ ബേസിക് തിയറി പഠിച്ചിട്ടില്ല. പക്ഷെ അത് സമൂഹത്തിന് സേവനമനുഷ്ഠിക്കുന്നു. ഏതൊരു ജീവവർഗവും അതിന്റെ സെറ്റപ്പിന്റെ ഘടനയും അതിന്റെ സെറ്റപ്പിന്റെ ലക്ഷ്യവും പൂർത്തിയാക്കുന്നു. എന്റെ പ്രിയങ്കരായ വിദ്യാർത്ഥിനികളെ, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് ഏറ്റവും സവിസ്തരമായി നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനമായ ഒരു പോയിന്റാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിക്കാതെ വന്നാൽ എന്തിനും നമ്മൾ അടിമപ്പെടും. എന്തൊരു കാര്യത്തിനും നമ്മൾ അടിമപ്പെടും. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം നിർവചിക്കുന്നതിൽ ഞാനും നിങ്ങളും പരാജയപ്പെട്ടാൽ അത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഞാനൊന്ന് ചോദിച്ചിട്ട്, ഒരുപാട് രാജ്യങ്ങളിൽ നിങ്ങളിൽ പലരും ചിലപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ലോകത്തറിയപ്പെട്ട 16ഓളം രാജ്യങ്ങളിൽ പലതവണയായി എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ രാജ്യങ്ങളിലെ ഒരു എയർപോർട്ടിലും ഒരു ജന്തുവും പാസ്പോർട്ടുമായി ഇന്ന് വരെ ജീവിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഒരു ജന്തുവും, ഒരു ജീവവർഗവും, ഏതെങ്കിലും ഒരു ജീവവർഗം പാസ്പോർട്ടുമായി ഒരു എയർപോർട്ടിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉപജീവനം തേടി യാത്ര ചെയ്തിട്ടില്ല. സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്തിട്ടില്ല. ഇന്ന ഡോക്ടർ, ഇന്ന എഞ്ചിനീയർ എന്ന് ജന്തുലോകത്തില്ല. മനുഷ്യലോകത്ത് ഇതെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ജന്തുവും മനുഷ്യനും മരിച്ചാൽ മരണത്തോടുകൂടി തുല്യമാണെങ്കിൽ, മണ്ണോട് മണ്ണ് ചേരുമെങ്കിൽ, മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി മാത്രം പഠിച്ചാലേ ഉന്നതങ്ങളിലെത്തൂ എന്നത് എന്തുകൊണ്ട് വന്നു? ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്ന മൂളിക്കിളി
സെക്കൻഡിൽ 25 തവണ ചിറക് ചലിപ്പിക്കുന്ന ഹമ്മിങ് ബേർഡ്, 10,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് യാത്ര ചെയ്യുന്ന ആർട്ടിക് ടെറൻ. ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് മലയാള പത്രത്തിൽ സാൽമൺ മത്സ്യങ്ങളെ കുറിച്ചുള്ള പുതിയ ഡീറ്റെയിലുകൾ ഉണ്ടായി. അതിന്റെ ജനിതക കോഡുകളിൽ എഴുതി വെച്ച സിസ്റ്റം അനുസരിച്ച് 4000 കിലോമീറ്റർ ലക്ഷ്യം തെറ്റാതെ അത് യാത്ര ചെയ്യും. എന്നിട്ട് സർഗാസോ സാഗരത്തിൽ മുട്ടയിട്ട് വാലും തലയും അടിച്ച്, മുട്ടയിട്ട ഉടനെ വാലും തലയും ഇട്ട് സാൽമൺ മത്സ്യങ്ങൾ മരിച്ചു പോകുന്നു. അതിന്റെ ജീവിത ലക്ഷ്യം അവിടെ അവസാനിക്കുകയാണ്. ആ മുട്ട വിരിഞ്ഞ് 8-9 മാസമാകുമ്പോ അമ്മ പുറപ്പെട്ട യൂറോപ്യൻ സാഗരത്തിൽ കൃത്യമായി സാൽമൺ മത്സ്യങ്ങൾ അമ്മ പുറപ്പെട്ട അതേ ദിക്കിലേക്ക് 1 ഇഞ്ച് പോലും തെറ്റാതെ അമ്മ സഞ്ചരിച്ച ഏതെങ്കിലും ഒരു റൂട്ടിൽ ഒരു പാരലായി പോലും ഒരു രേഖ സ്വീകരിക്കാതെ അതെങ്ങനെ എത്തുന്നു? ജീവവർഗങ്ങളിലെ അത്ഭുതങ്ങൾ മനുഷ്യർ കാണുമ്പോൾ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി, ആകാശത്തിന്റെ അനന്തതയിൽ പറക്കാൻ മനുഷ്യന് മോഹമുണ്ടായിരുന്നു. കോൺകോർഡ് വിമാനങ്ങൾ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ്. നമ്മൾ ചെയ്യുന്ന ഏതേത് കണ്ടുപിടുത്തങ്ങളും ആ അത്ഭുതങ്ങളാണ്. ചീറിപ്പാഞ്ഞു പോകുന്ന 2 വീലർ പോലും ചിന്തിക്കുന്നവർക്ക് അത്ഭുതമാണ്. ഈ മൊബൈൽ പോലും ലോകത്ത് അത്ഭുതമാണ്. ഈ മഹാബുദ്ധിജീവി നാക്കാലികളെ പോലെ ചത്ത് മണ്ണിന്റെ ഭാഗമായിത്തീരുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ പോയി ലോകമത മഹാസമ്മേളനത്തിന് പങ്കെടുക്കാൻ. 30 വയസ്സായിരുന്നു അന്ന്. നിങ്ങൾ ആലോചിക്കണം, 30 വയസ്സായിരുന്നു സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോകമത മഹാസമ്മേളനത്തിന് പങ്കെടുക്കുമ്പോൾ. വെറും 30 വയസ്സ്. അമേരിക്കയിലെ ജനത ചിരിച്ചു. സ്വാഭാവികമായും അങ്ങനെയാണ്. മതചിഹ്നങ്ങളുള്ളവരെ കാണുമ്പോൾ നമുക്ക് പരിഹാസമാണ്. പക്ഷെ അവരാണ് ലോകത്തിന്റെ ബാലൻസ് നിലനിർത്തിയത് എന്ന തിരിച്ചറിവ് എപ്പോഴെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ? ഇന്ത്യ രാജ്യം നിലനിന്നത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളില്ല. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശുപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതോപനിഷത്ത്, ഉപനിഷത്തുക്കൾ അനവധി ഉണ്ടായിരുന്നു. ശ്രുതികളും സ്മൃതികളും ലോകത്തെ നന്നാക്കാൻ. വേദം എന്ന പദത്തിന്റെ അർത്ഥം പോലും എന്താണ്? ജ്ഞാനം എന്നാണ്, അറിവ് എന്നാണ്. ആ അറിവ് എങ്ങോട്ടാ മനുഷ്യനെ നയിക്കുന്നത്? പൂന്താനത്തിന്റെ 2 വരി കവിതയുണ്ട്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു ചിലർ. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഉന്നതമായ ഒരു കലാലയത്തിൽ വിദ്യ അഭ്യസിക്കാൻ വന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മോറൽ സൈഡ് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ കഴിയും? ലോകത്തോട് പറയണ്ട. ലോകത്തൊരാളും നമ്മൾ ചീപ്പായിരുന്നു അറിയരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ലോകത്ത് നമ്മൾ ചീപ്പായിരുന്നു എന്നത് തിരിച്ചറിയേണ്ടത് നമ്മളാണ്. നമ്മളെന്ന പരിശുദ്ധമായ ഈ ആത്മാവ് നൽകപ്പെട്ട ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായമുള്ള ഭഗവത്ഗീതയിൽ അശര്യമത് വദ്യതതി തദൈവ ജാന്യ അശര്യമോ വന്യശ്രുണോതി മൃതായ. ആത്മാവ് എന്ന് പറയുന്നത് അർജുന ഒരു ആശ്ചര്യമാണ്. അതിനെപ്പറ്റി ആശ്ചര്യപരമായി കാണുന്നു, ആശ്ചര്യപരമായി കേൾക്കുന്നു, ആശ്ചര്യപരമായി പറയുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആധ്യാത്മിക ജ്ഞാനം, ആത്മീയത. എന്താണ് ആത്മീയത? എന്താണ് ആത്മീയത? എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? മഹാഭാരത യുദ്ധ സന്ദർഭത്തിൽ അർജുനൻ പകച്ചു നിന്നൊരു ഘട്ടമുണ്ടായി. അർജുനൻ പകച്ചു നിന്നു. അർജുനൻ പറഞ്ഞു, മറുഭാഗത്താര ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, എനിക്ക് ഏറെ പ്രിയങ്കർ, എന്റെ കൂടെ വളർന്നവൻ. ഇല്ല കൃഷ്ണ, ഞാൻ അവരുമായി യുദ്ധം ചെയ്യില്ല. എന്റെ വാർത്തലപ്പേട്ട് ഒരു ശിരസും ഈ മണ്ണിൽ കിടന്ന് പടയാൻ പാടില്ല. സെന്റിമെന്റ്, അദ്ദേഹത്തിന്റെ മനസ്സിലെ കാരുണ്യം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകമാണ്. ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിക്ഷയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗത്ത് പോകും. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമാണ് ഭഗവത്ഗീതയിൽ. മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. 25 മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമുള്ള ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? എവിടെ? കണ്ടത് പോലും ഉണ്ടോ നമ്മളിൽ പലരും? ഞാൻ പല സ്ഥലത്ത് ചെയ്യുന്നൊരു സ്വാമിമാരിയ്ക്കുന്നിടത്ത് ഋഗ്വേദത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ എന്താ ഉള്ളത് എനിക്കറിയില്ല, പഠിച്ചില്ല. പഠിക്കാത്തതിന്റെ കുഴപ്പം. എന്തിനാ വിദ്യ? മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം നിങ്ങൾക്ക്? മനന സ്വഭാവമുള്ളവൻ മനുഷ്യൻ. മനന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഗവേഷണമാണ്, പഠനമാണ്, അന്വേഷണമാണ്. ആർക്കും അന്വേഷിക്കാം. വളരെ വളരെ സിമ്പിൾ ആയ ഒരു കാര്യം പറഞ്ഞോട്ടെ. ലോകത്തെ ഏതൊരു വസ്തു ഉപ്പിലിട്ടാൽ അതിന്റെ ടേസ്റ്റ് എന്താ? ഉപ്പ് രസമാണ്, എല്ലാവർക്കും അറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപ്പിടുന്ന വസ്തു ഏതാ? മത്സ്യമാണ്, അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈം ഉപ്പിൽ കിടക്കുന്ന ഏക ജീവി ഏതാണ്? മത്സ്യമാണ്. അതിന് ഉപ്പ് രസമാണോ? എന്തുകൊണ്ട്?
എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈമിൽ ഉപ്പ് വെള്ളത്തിൽ നിൽക്കുന്ന മത്സ്യത്തിന്റെ സ്കിന്നിലൂടെ ഉപ്പ് രസം എന്തുകൊണ്ട് കയറിയില്ല? പറയണം നിങ്ങൾ. വിശുദ്ധ ഖുർആൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം മത്സ്യത്തെ സൃഷ്ടിച്ചത് മനുഷ്യന് കഴിക്കാനാണ്. ആ മത്സ്യത്തിൽ ഉപ്പ് ചേർന്നാൽ ഉപ്പ് ആവശ്യമില്ലാത്തവർ എന്ത് ചെയ്യും? അവർക്ക് മത്സ്യം കഴിക്കണ്ടേ? ഉപ്പ് ആവശ്യമില്ലാത്തവനും മത്സ്യം വേണം. ഉപ്പ് ക്വാണ്ടിറ്റി കുറച്ചും ക്വാളിറ്റി കൂട്ടിയും ഒക്കെ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയും മനുഷ്യന് കഴിക്കണമെങ്കിൽ ഉപ്പില്ലാത്തൊരു വസ്തുവായിരിക്കണം. ഉപ്പില്ലാതെ കഴിക്കാനും ഉപ്പ് ചേർത്ത് കഴിക്കാനും ഉപ്പിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറയ്ക്കാനും പാകതയിൽ ഈ മത്സ്യത്തെ ആര് സംവിധാനിച്ചു എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഞാൻ നിങ്ങളോട് ഒരു അത്ഭുതകരമായ ഒരു സംഗതി പറഞ്ഞുകൊള്ളട്ടെ. 1000 വർഷം നിലനിൽക്കും നമ്മുടെ കിഡ്നിയിലെ 2 അരിപ്പകൾ. എത്ര? 1000 വർഷം. 1000 വർഷം ആയുസുണ്ടോ നിങ്ങൾക്കും എനിക്കും? ഈ ഇരിക്കുന്ന എന്റെ അനുജന്മാരുടെ കിഡ്നിയിലെ അരിപ്പക്ക് 1000 വർഷം ആയുസാ ദൈവം നിശ്ചയിച്ച്. എന്തുകൊണ്ട്? ദൈവത്തിനറിയാം. 1000 വർഷം കൊടുത്താൽ പോലും 10 കൊല്ലം സൂക്ഷിക്കാൻ അറിയാത്തവന്റെ കയ്യിലാണ് അത് കൊടുത്തത്. നിങ്ങൾ ആലോചിച്ചു, മനുഷ്യ ശരീരത്തിന്റെ ഖുർആൻ പറയാൻ മനുഷ്യ ശരീരം ഒരു അത്ഭുതങ്ങളുടെ കലവറയാണ്. മനുഷ്യ ശരീരം ഒരു അത്ഭുതങ്ങളുടെ കലവറയാണ്. ഞാൻ പറഞ്ഞ ലോകത്ത് ഏതെങ്കിലും ഒരു ജീവവർഗത്തിന്റെ ആന്തരിക ഘടന മനുഷ്യന്റെ വയറ് പോലെ മ്ലേച്ഛമായിട്ടുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നാം എന്തിനു ജീവിക്കും? ഞാൻ പലപ്പോഴും വിചാരിക്കും, മഹാത്മാഗാന്ധി ജനിച്ചിട്ടില്ലായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ന് ഇന്ത്യയും കൊണ്ടുപോകും. ഇന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിവൽക്കരണത്തിന് വിധേയാക്കിയ എന്താ സ്ഥിതി? ബ്രിട്ടീഷുകാരോട് പോരാടാൻ അന്തസ്സുള്ള 4 വാചകം കടിച്ചാ പൊട്ടാത്ത പറയാൻ നാവ് നേരെ കണ്ട ഇന്ത്യക്കാരന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന നാട്ടുകാർ കേരളക്കാരാണ് എന്ന തിരിച്ചറിവ് എന്റെ മക്കൾക്കുണ്ടോ? സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ ജന്മം നൽകിയ മാതാപിതാക്കളുള്ള കടപ്പാടുകളും കടമകളും നിർവഹിക്കാൻ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് മനുസ്മൃതിയുടെ 8ാം അധ്യായത്തിൽ പഠിപ്പിച്ചു. ഇന്ന് വരെ പഠിച്ചോ? മാതൃദേവോ ഭവ, മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കാൻ. അമ്മ, അമ്മ എന്ന വികാരം, അമ്മ എന്ന ലഹരി, അമ്മ എന്ന മടിത്തട്ട്, അമ്മ എന്ന സ്വാതന്ത്ര്യം, അമ്മ എന്ന ആശ്വാസം ആശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? സ്വന്തം അമ്മ എന്ന മഹത്വത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ പുതിയ തലമുറക്ക്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനമുള്ളത് എവിടെയാ? തിരുവനന്തപുരത്താ. കേരളത്തിലെ ഏറ്റവും കുറവ് വൃദ്ധസദനം മലപ്പുറത്താ. എന്തുകൊണ്ട്? മാതാവിന്റെ മഹനീയത പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായികൾ കൂടുതലുള്ള സ്ഥലമാണ് മലപ്പുറം. നിങ്ങൾ പഠിക്കണം. ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം ജില്ലയാണ്. വൈ? എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? ആ കാരണത്തെ ശരിക്കും പഠിക്കാത്തവൻ വിഡ്ഢിയാണ്. ആ കാരണം എന്ത് ജീവിത മത്സരങ്ങളിലും പോരാട്ടങ്ങളിലും പ്രതിസന്ധികളിലും മനുഷ്യനെ, അതായത് സാധാരണ ഒരു പുഴ ഒഴുകി വരുമ്പോൾ വലിയൊരു പർവ്വതം കാണും. ഏതെങ്കിലും ഒരു പർവ്വതത്തെ കണ്ടിട്ട് ജലം തിരിച്ചൊഴുകിയിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ 2 പാർശ്വങ്ങളിലൂടെയും ഒഴുകി ഒന്നായി ചേരും, അല്ലെങ്കിൽ തന്നെ ഓവർഫ്ലോ ചെയ്തു പോകും. ശരിയല്ലേ? ശരിയല്ലേ? പരീക്ഷണങ്ങൾ പകച്ചു നിൽക്കുന്നവരാണ് നമ്മൾ. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, മഹാത്മാഗാന്ധി. എന്തിനാ വിദ്യാഭ്യാസം? നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാനാണ്, അല്ലേ? നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാനാണ് വിദ്യാഭ്യാസം എന്നതാണെങ്കിൽ ഞാൻ ബഹുമാനനായ എന്റെ നാട്ടുകാരൻ വർക്കിസാറിരിക്കുന്ന ഈ സദസ്സിൽ ചോദിക്കുന്നു, അത് ഈ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നു? ഉത്തരം നമ്മൾ കണ്ടെത്തും. ഞാനും നിങ്ങളും ഉത്തരം പറയുന്നു. നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? 2000 വിദ്യാർത്ഥികളെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒരു സന്നദ്ധ സംഘടന അവരുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. 2000 കുട്ടികളിൽ 89% കുട്ടികളുടെ മറുപടി എന്തറിയോ? ഞങ്ങളെ സ്വയം വെറുക്കുന്നു, ഈ ജന്മത്തെ ഞങ്ങൾ വെറുക്കുന്നു. എന്തുകൊണ്ട്? സ്വന്തത്തെ ആസ്വദിക്കാനുള്ള ഒരു അനുഭൂതിക്കപ്പുറത്തേക്ക് നമ്മെ ആരോ കൊണ്ടെത്തിച്ചു. നിങ്ങൾക്ക് ഡീപ്പായി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 3ാംകിട രാജ്യങ്ങളിൽ ക്രിക്കറ്റ് കളി വ്യാപകമായതിന്റെ പിന്നിൽ പോലും എന്താ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരുടെ ബുദ്ധിയാണ് 3ാംകിട രാജ്യങ്ങളിൽ ഈ ക്രിക്കറ്റിന്റെയും പല കായിക വിനോദങ്ങളുടെയും ലഹരിയിൽ നമ്മളെ ബന്ധിപ്പിച്ചതിന്റെ കുട്ടൻസ് നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് പലപ്പോഴും മനസ്സിലായില്ല. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അമേരിക്കയിൽ ഇന്ദിരാഗാന്ധി പോയ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? അമേരിക്കയിൽ ഇന്ദിരാഗാന്ധി പോയപ്പോ അമേരിക്കക്കാർ ഇന്ദിരാഗാന്ധിയുടെ ചെവിയിൽ മന്ത്രിച്ച വാചകം എന്താ? ഇന്ത്യയിൽ ജനപ്പെരുപ്പം വർദ്ധിക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്യണം. കുടുംബാസൂത്രണം. ഈ കുടുംബാസൂത്രണം നിങ്ങൾ വിചാരിച്ച സയന്റിഫിക് ആണെന്നല്ലേ? എന്നാൽ നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കോളൂ. ഇപ്പൊ ചൈനയിൽ എന്താ നടക്കണേ? ചൈനയിൽ റഷ്യയിൽ എന്താ നടക്കുന്നത്? 1ൽ കൂടുതൽ 2ൽ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീക്ക് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകത്തെ അമേരിക്ക ഏറ്റവും കൂടുതൽ പേടിച്ച ജപ്പാന്റെ എന്താ? ഹിരോഷിമയും നാഗസാക്കി ചുമ്മാണ്ടായതാ?
ഹിരോഷിമയും നാഗസാക്കി ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? അമേരിക്കയെ വെല്ലുന്ന വിധത്തിൽ ആധുനിക ടെക്നോളജി ജപ്പാൻ വികസിപ്പിച്ചെടുത്തു. വിടരുതവരെ, 50 കൊല്ലങ്ങൾക്കും പേൾ ഹാർബർ ചരിത്രത്തിൽ മറക്കൂ, പഠിച്ചോളൂ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ. ജപ്പാൻ എന്തെങ്കിലും അമേരിക്കയെ വെല്ലുമെന്ന ശക്തമായ ബോധം അമേരിക്കയുടെ മനസ്സിലുണ്ടായിരുന്നു. ജപ്പാനെ തകർത്തു തരിപ്പണാക്കി കളഞ്ഞു. ഇന്ത്യയെ അമേരിക്ക എങ്ങനെ വിളിച്ചതെന്നറിയോ? ജനപ്പെരുപ്പത്തിന്റെ പേര്, ഹ്യൂമൻ റിസോഴ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഇന്ത്യയുടെ മാനവ വിഭവശേഷിയാണ്. ഈ മാനവ വിഭവശേഷി നശിപ്പിക്കുന്നതിന് ലോകരാജ്യങ്ങൾ വഹിച്ച പങ്ക് 2 നിലക്കാണ്. ഒന്ന്, യുവാക്കളെ തീവ്രവാദികളാക്കി മാറ്റി. 2, യുവാക്കളുടെ കൈകളിൽ മരിജുവാന കൊടുത്തു, പെറ്ററിങ് കൊടുത്തു, ബ്രൗൺ ഷുഗർ കൊടുത്തു. എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത, നട്ടലില്ലാത്ത ഒരു യുവതലമുറയെ ലോകരാജ്യങ്ങൾ വളർത്തി, സാമ്രാജ്യത്വ ശക്തികൾ വളർത്തി. ആ തിരിച്ചറിവിലേക്ക് ഇന്ത്യയിൽ യുവാക്കളെയും യുവതികളെയും തിരിച്ചു വിളിക്കാൻ പലപ്പോഴും നമ്മൾ വിചാരിച്ചത് എന്താ? എല്ലാം നമുക്ക് സൗഖ്യം നൽകും, സമാധാനം നൽകും. ഇവിടെ എന്തുണ്ടായി? ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഈ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ ഞാൻ ഓർക്കുന്നു. ആ ഓർമ്മകളിൽ മരിച്ചിരുന്നു. അവന്റെ മാരിജുവാന കടിമയായി 2 വീലറിൽ ഇരുന്ന് തന്നെ മരിച്ചിരുന്നു. മരിച്ചിട്ടാണ് വണ്ടി പോയിട്ട് പോസ്റ്റിലിടിച്ചത്. ആളുകൾ വിചാരിച്ചത് ബൈക്ക് പോസ്റ്റിലിടിച്ചിട്ടാണ് പയ്യൻ മരിച്ചത്. അല്ലാതെ മരിച്ചിരുന്നു. ആ മരണമാണ് അവന്റെ വണ്ടി അവിടെ കൊണ്ടുപോയി ഇടിച്ചത്. ഞാൻ ചോദിക്കുന്നു, മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ട ഇവന്റെ ജീവിതം ഒരു പോസ്റ്ററിൽ മുട്ടി തീരുമ്പോ എന്ത് നേടി? എഞ്ചിനീയറായി പുറത്തു വന്ന് രാജ്യസേവനം ചെയ്യാൻ കെൽപ്പുള്ള ആളുകളാകണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉറപ്പ് വേണ്ടേ? നിങ്ങളുടെ കരളുറപ്പ് വേണ്ടേ? നിങ്ങൾക്ക് നെഞ്ചുറപ്പ് വേണ്ടേ? ധൈര്യം വേണ്ടേ? കരാട്ടയും കബഡിയും പഠിക്കാത്ത മഹാത്മാഗാന്ധി, ഒട്ടും മസിലില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു വടിയും കുത്തിപ്പിടിച്ച് ഉള്ള മസിൽ തൂങ്ങി ജീവിച്ച മഹാത്മാഗാന്ധി. ബ്രിട്ടീഷുകാർക്ക് പേടിയായിരുന്നു, ഇച്ഛാശക്തിയായിരുന്നു. അല്ലേ? തിന്നതുകൊണ്ടും മസിൽ പവർ ഉള്ളത് കൊണ്ട് രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഈ നാവിന്റെ ബലം അത് നേരെ നിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ആത്മാവ് ശുദ്ധമാകണം. അതിന് ഞാൻ നിങ്ങളോട് വളരെ വളരെ സ്നേഹത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് എന്റെ സമയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ വേദനയുണ്ട്. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ മതവും, ഇവിടെ ഹിന്ദു മത സമൂഹത്തിൽ, ഹിന്ദുമതമല്ല സനാതന ധർമ്മം എന്നാണ് അതിനെ വിളിക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ, അക്കോർഡിംഗ് ടു വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യമാണ്. 7 വോള്യമായിരുന്നു, 8 വോള്യമാക്കി വികസിപ്പിച്ചു. എന്നെങ്കിലും വിവേകാനന്ദന്റെ വാക്കുകൾ ഇന്ത്യയിലെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ വിദ്യാർത്ഥികളോട് നിങ്ങൾ വായിച്ചിട്ടുണ്ട്? എന്തെങ്കിലും വിവേകാനന്ദന്റെ പേരിൽ ഊറ്റം കൊണ്ടു എന്നതല്ലാതെ വിവേകാനന്ദൻ എന്ത് പഠിപ്പിച്ചു? വിവേകാനന്ദൻ പറയുന്നത് ഫുട്ബോൾ കളിയിലൂടെ, ഗീതാപാരായണത്തിലൂടെയല്ല, ഫുട്ബോൾ കളിയിലൂടെ നിങ്ങൾക്ക് സ്വർഗം നേടാം. എന്തായിരുന്നു വിവേകാനന്ദൻ അതിലൂടെ പഠിപ്പിച്ചത്? ഫുട്ബോൾ കളിക്കണക്ക് കാല് ഏറക്കണ്ടേ? എഴുന്നേറ്റിക്കാൻ കഴിയണ്ടേ? ഇല്ല, കഴിയുന്നില്ല. എങ്ങനെ കഴിയും? 7 മണിക്ക് എഴുന്നേറ്റ് ഒരു സിറിഞ്ച് കുത്തി കയറ്റും. മയക്കുമെന്താ കയറ്റുന്നത്? 9 മണിയിലേക്ക് കിടക്കും. അതിന്റെ അങ്ങോറിലേക്ക് വീട് കിടക്കും. എന്താ ജന്മം? അതേ സമയത്ത് തൊട്ടപ്പുറത്തെ പറമ്പിൽ കെട്ടിയ പശു മേഞ്ഞു തിന്നുന്നു, പുല്ല് തിന്നുന്നു. അതിന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ അതിനാവശ്യമായ പ്രക്രിയ നടക്കുന്നു. വൈകുന്നേരം മകടും ചുമന്ന് അത് വീട്ടിലേക്ക് കയറി വരികയാണ് 8 ലിറ്റർ പാല് ചുരത്താൻ. എങ്കിൽ ഈ മകനോ 18-ാം പട്ട തെങ്ങ് വെച്ചാൽ മതിയായിരുന്നു. പഹയ അനക്ക് പകരം എന്ന് മലപ്പുറത്ത് ഒരുപാട് വാപ്പാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് പകരം ഒരു 18-ാം പട്ട തെങ്ങ് വെച്ചിരുന്നുവെങ്കിൽ ലോകത്തിന് ഉപകാരമാകുമായിരുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാം എത്ര 2 വീലർ മരണങ്ങൾ. എ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്. വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ഒരു ലോകം. വേഗതയെ അന്ധമായി ആരാധിക്കുക. വേഗതയാണ് ജീവിതം എന്ന് വിചാരിക്കുക. 2 വീലർ സവാരിയാണ് ജീവിതം എന്ന് വിചാരിക്കുക. വേഷവിധാനങ്ങളാണ് ജീവിതം എന്ന് വിചാരിക്കുക. എന്നിട്ട് ആർക്കും ഉപകാരമില്ലാത്ത ടിപ്പർ ലോറിയുടെ അടിയിൽ പപ്പടം പരത്തിയ പോലെ കടന്നു കൊടുക്കുക. കൃഷ്ണ സിംഗ് കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു 3 വിധത്തിലുള്ള മരണങ്ങളുണ്ട് ലോകത്ത്. 3 വിധത്തിലുള്ള മരണം. ഒന്ന്, രാജ്യസേവനത്തിന്റെ ഭാഗമായി മരിക്കുന്ന പട്ടാളക്കാരൻ, ധീര രാജ്യത്തിന്റെ സേവകനായി മരിച്ച വീരമായ മരണം. രണ്ടാമതൊരു മരണമുണ്ട്, പ്രായമെത്തി ദൈവം നിശ്ചയിച്ച സമാധാനപരമായ മരണം. മൂന്നാമത്തെ മരണമുണ്ട്, ബൈക്കിൽ പോയി വെറുതെ റോട്ടിൽ മലനിർന്ന് മരിക്കുക. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. എന്ത് പ്രയോജനം? എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? വളരെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഏറ്റവും പക്വതയുള്ള ഒരു കുട്ടി ഞാൻ 2 വീലറാണ് ഓടിക്കുന്നത് എന്ന ബോധം ഉണ്ടാവും അവന്. എന്റെ കാരണം കൊണ്ട് ഒരു കുടുംബവും പൊലിഞ്ഞു പോകരുത്. മറുഭാഗത്ത് വരുന്ന 2 വീലറിലെ എന്റെ സഹോദരൻ ഭാസ്കരൻ 5 പെൺകുട്ടികളുടെയും അമ്മയുടെയും വല്യമ്മയുടെയും മുത്തശ്ശിയുടെയും കുടുംബത്തിൽ വികലാംഗയായ 2 കുട്ടികളുടെയും പിതാവാണ് അദ്ദേഹം. കഷ്ടപ്പാടുകളുടെയും നൊമ്പരങ്ങളുടെയും നടുവിലാണ് റോട്ടിൽ 2 വീലറുമായി ഇറങ്ങേണ്ടി വന്നത്. അയാളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്റ്റൈല് കൊണ്ട് കുത്തിക്കേറി ആ വണ്ടിയുടെ ഉള്ളിൽ കിടന്ന് മരിക്കാൻ മാധവൻ അവസരം ഉണ്ടാകരുത്.
അതാ സ്നേഹം, അതാ ബന്ധം, ആ ബോധം ഉണ്ടാവുക. ഞാൻ ഈ രാജ്യത്തിന്റെ പൗരനാണ്, എന്നെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്, ഈ നാട്ടിൽ എന്നെ കൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടാകേണ്ടതുണ്ട്, അതിനുവേണ്ടി ജീവിക്കേണ്ടവനാണ് ഞാൻ എന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്രിസ്തു മതം, ബൈബിൾ, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചതുർവേദങ്ങൾ, സെന്നവസ്, തെൽമൂദ്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, ഇതെല്ലാം മനുഷ്യരെ. ആർണോൾഡ് ടോയംബി, നിങ്ങൾക്കറിയാം, ആർണോൾഡ് ടോയംബി വിഖ്യാതനായ സാഹിത്യകാരനും കവിയും പ്രസിദ്ധനുമായി. ആർണോൾഡ് ടോയംബിയുടെ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ ഗൗരവമായി പറയുന്ന ഒരു വാചകം, ദൈവവിശ്വാസത്തിനല്ലാതെ മനുഷ്യരെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഫ്രോയിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ്. എങ്ങനെയാ ഫ്രോയിഡ് മരിച്ചത്? ഫ്രോയിഡ് മരിച്ചത് എങ്ങനെ? എന്റെ മക്കളെ പഠിക്കും. ഫ്രോയിഡ് മരിച്ചത് മെയ്സിക്കിള്ളിങ്ങിന് വിധേയമായിട്ടാണ്. എല്ലാ മനുഷ്യരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെ മനസ്സിന് സമനില വീണ്ടെടുത്തു കൊടുത്ത ഫ്രോയിഡിന് ഉദര സംബന്ധമായ രോഗം വന്നപ്പോ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സ്ഥിരമായി നോക്കുന്ന ഡോക്ടറുടെ കാതുകളിൽ അദ്ദേഹം ഒരു സ്വകാര്യം പറഞ്ഞു, ഡോക്ടർ, ആരും അറിയാതെ നിങ്ങൾ എന്നെ കൊന്നു തരണം, മാരകമായ വിഷം കുത്തി നിങ്ങൾ എന്നെ കൊന്നു തരണം. ഫ്രോയിഡ് അങ്ങനെയാണ് മരിക്കുന്നത്. അനവധി മനുഷ്യർക്ക് മനസ്സിന്റെ എല്ലാ പ്രതിസന്ധികളെയും ദൂരീകരിച്ചു കൊടുക്കാൻ രംഗത്തിറങ്ങിയ യുങ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ആ യുങ് പറയുന്ന ഒരു വാക്കുണ്ട്, 30 കൊല്ലം ഞാൻ ഹോസ്പിറ്റലിൽ മനുഷ്യരെ ചികിത്സിച്ചു. ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റൽ പ്രസിദ്ധമാണ്. അവിടുത്തെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അറിയോ, 87% ആളുകളെയും ഞങ്ങൾ ചികിത്സിക്കുന്നവർ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷെ ദൈവം എങ്ങനെ വിശ്വസിക്കണമെന്നറിയാത്തവരാണ്. അചഞ്ചലമായ ദൈവവിശ്വാസമില്ലാത്ത ലോകത്ത് അചഞ്ചലമായ ദൈവവിശ്വാസമുള്ളവർ മരിക്കാറില്ല, ആത്മഹത്യ ചെയ്യാറില്ല, അവരൊരിക്കലും മയക്കുമരുന്നിന് അടിമകളാകാറില്ല. പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടി സമാധാനം കിട്ടാൻ മദ്യത്തിൽ അവർ അഭയം തേടാറില്ല. മദ്യം അഭയമല്ല, മദ്യം സമാധാനമല്ല. മദ്യം, നിങ്ങൾ നോക്ക്, ഈ കഴിഞ്ഞ ചാനലിൽ ഞാൻ ഒരു തവണയാണ് മുഖത്തേക്ക് നോക്കിയുള്ളൂ. ഈ ചാനലിൽ ഒരു കേരളക്കാരനെ പ്രദർശിപ്പിച്ചിരുന്നു കഴിഞ്ഞ മദ്യത്തിന്റെ ആധിക്യത്തെ കുറിച്ചുള്ള പഠനത്തിൽ. അയാൾ മദ്യപിച്ച് റോഡിൽ കിടന്നു, 5 നായ്ക്കളെ അയാളെ മുഖത്തെ മാംസം കംപ്ലീറ്റ് മാന്തിക്കിറുക്കണം, പല്ലും മാത്രമാണ് അയാളത് വെളിയിലേക്ക്, എന്നിട്ടൊരു പ്രത്യേക രൂപത്തിൽ കവർ ചെയ്തിരിക്കുന്ന അയാളെ മുഖത്തെ. അയാൾ എന്നും ജീവിക്കുന്നു ഈ കേരള മണ്ണിൽ. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നു. ആ സെക്രട്ടേറിയറ്റ് നല്ലൊരു ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ഫുൾ പൂസായി അയാൾ മരുന്നടിച്ച് കിടക്കുന്നു. ഞങ്ങൾ അതിനെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു നായ അയാളെ വായിലേക്ക് മൂത്രയിക്കുന്നത്. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയുടെ ഗതികേട്. ഞാൻ ചോദിക്കുന്നു, ഇത് കഴിച്ച് എന്ത് നേടി? അമ്മ കാത്തിരിക്കുന്നു, മകൻ നന്നായി വരും, പഠിച്ചു വരും, എഞ്ചിനീയർ ആവും, ഡോക്ടറാവും, സയൻസ് ആവും, അവൻ ശാസ്ത്രകാരനാവും, രാജ്യസ്നേഹിയാവും, എന്റെ അത്താണിയാകും, എന്റെ പ്രതീക്ഷയാകും. ശരി, ആ പ്രതീക്ഷക്ക് അനുകൂലമായി വളരാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്മാർക്കും അനുജത്തിമാർക്കും സാധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ ലോകം, നിങ്ങൾ നോക്ക്, മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ് പറയുന്നത്. മതങ്ങളുടെ പേരിൽ മനുഷ്യർ തല്ലുന്നു, തീവ്രവാദത്തിന്റെ പേരിൽ മനുഷ്യർ തല്ലുന്നു, അനാവശ്യമായ വികാരങ്ങളുടെ പേരിൽ മനുഷ്യർ തല്ലുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരുപാട് വിലപ്പെട്ട സമയങ്ങൾ പലതിനും ചെലവഴിച്ചവരാണ് നമ്മൾ. സിനിമയുടെ മുമ്പിൽ, സീരിയലിന്റെ മുമ്പിൽ, അതുപോലെ നമ്മുടെ പുതിയ തലമുറയുടെ ട്രെൻഡായ കാമുകന്മാരുമായുള്ള ചുറ്റലിൽ എല്ലാം സമയം ചെലവഴിച്ചവരാണ്. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് പകച്ചു നൽകണം നിങ്ങളുടെ സമയം എന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഈ ഒരു നിമിഷം മാത്രമാണ്. അതും എനിക്ക് വേണ്ടിയല്ല, ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, വ്യത്യസ്ത മതങ്ങളുടെയും ദൈവങ്ങളുടെയും പേരിൽ മനുഷ്യർ കലാപം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ആ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വരെ മയക്കുമരുന്നുമായാണ് ഏറ്റവും വലിയ ബന്ധം. നിങ്ങൾ അറിയണം, ബോധപൂർവം ചെയ്യുന്നതല്ല ഇത്. ബോധമുള്ള ഒരാളും അന്യമതക്കാരനെ കൊല്ലില്ല. ഉണ്ടോ? എന്തിനെ കൊല്ലുന്നത്? ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി, ഇല്ലേ? അങ്ങനെ ജീവിച്ചവരെ, ഒരേ ഭൂമിയുടെ ആകാശമേലാപ്പിന്റെ ചുവട്ടിൽ ജീവിച്ചവരാണ്. ഒരൊറ്റ വാചകം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്ത് മനുഷ്യവാസം വളരെ താമസിച്ചാണ് ഉണ്ടായത്. അതിനു മുമ്പ് ആകാശമുണ്ടായി, ഭൂമിയുണ്ടായി, സർവ്വചരാചരങ്ങളുണ്ടായി. ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചോട്ടെ. യേശുക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്നവരുണ്ട്, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ആരാധിക്കുന്നവരുണ്ട്, പിശാരിക്കാവിലമ്മയെ ആരാധിക്കുന്നുണ്ട്, മുരുകനെ ആരാധിക്കുന്നവരുണ്ട്, മുഹമ്മദ് നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. ഇവരെല്ലാം ഭൂമുഖത്ത് പൂജാതമാകുന്നതിന് മുമ്പ് ആകാശമുണ്ടോ? ഇല്ലേ? ഉണ്ട് എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ ആരാകാശത്തെ സംവിധാനിച്ചു? 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് സൂര്യന്. 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാനുള്ള വ്യാപ്തി സൂര്യന്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. അഥവാ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രമുണ്ട് എന്ന് മോഡേൺ സയൻസ് പറയും. ഞാൻ ചോദിക്കുന്നു, ഇതിനെ സംവിധാനിച്ചവൻ ആരാ?
ഈ സാഗരത്തിൽ അത്ഭുതം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സാഗരത്തിന്റെ നമ്മൾ ഡിസ്കവറി ചാനലിൽ കാണുന്ന മത്സ്യത്തിന്റെ വർണ്ണരാജികൾ 5 തവണ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാണ്. ഓക്സിജൻ സിലിണ്ടർ കൊളുത്തി 50 അടി സാഗരത്തിന്റെ അടിയിൽ പലതവണ ഗവേഷണത്തിൽ ശാസ്ത്രകാരന്മാരുടെ കൂടെ ലക്ഷദ്വീപിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ. അത്ഭുതങ്ങളുടെ ലോകമാണത്. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ട് ഒരേ ഒരു ചോദ്യം, ഈ അത്ഭുതങ്ങൾ മനുഷ്യവാസം ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് സംവിധാനിച്ചവൻ ആരാണ്? അവനാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈശ്വരൻ, സർവശക്തൻ. അവൻ മാത്രമാണ് സർവശക്തൻ. അവനെ തിരിച്ചറിഞ്ഞാൽ എല്ലാ തിന്മകളിലും, കാരണം എനിക്ക് തൃപ്തിപ്പെടുത്താനുള്ള ജീവിതം എന്റെ സൃഷ്ടാവിനാണ്. മനുഷ്യന്റെ ശരീരത്തെ ദൈവം കോടിക്കണക്കിന് ശാസ്ത്രകാരന്മാർ കോടികൾ ഉപയോഗിച്ച് മനുഷ്യന്റെ ഏതെങ്കിലും ഒരു അവയവം ഡിസൈൻ ചെയ്യാൻ കഴിയും. ദൈവം തന്നതുപോലെ ഫ്രഷായ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു അവയവം ഡിസൈൻ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ കേസുണ്ടായ ഒരാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ കൈയുടെ വട്ടിലെ 3 എല്ലുകളും പൊട്ടിപ്പോയി. ഡോക്ടർ പറയുന്നത് ഇനി ഒരിക്കലും ഒരു വിദഗ്ധനും അയാളുടെ പൂർവാവസ്ഥയിൽ അയാൾക്ക് കൈപൊക്കി ആ പഴയ പോലെ ചലിപ്പിക്കാൻ പറ്റുന്ന ഇത് കൊടുക്കാൻ കഴിയില്ല, സയൻസിന് കഴിയില്ല. ആരത് നൽകി? ഈ പ്രപഞ്ചത്തെ നിങ്ങൾ നോക്ക്, ഒരു മൈക്രോ സെക്കൻഡ് തെറ്റുന്നുണ്ടോ സൂര്യന്റെ സഞ്ചാരം? നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ മണിക്കൂറുകൾ ലേറ്റ് ആവാം, വാഹനങ്ങൾ ട്രാഫിക് ജാമിൽപ്പെടാം. ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സൂര്യന്റെ സഞ്ചാരം ഇന്ന് വരെ നിന്നിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ കണക്കനുസരിച്ച് സൂര്യൻ സഞ്ചരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സൃഷ്ടിച്ച ഒരു സർവശക്തനെ, ഋഗ്വേദത്തിന്റെ 10 മണ്ഡലമാണ് ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ തർക്കിൽ പറയുന്നത് ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമ. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിൽ 121-ാമത്തെ സൂക്തത്തിൽ 1-ാമത്തെ തർക്കിൽ പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ആകാശവും ഭൂമിയും പ്രപഞ്ചവും മനുഷ്യരും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ളവനാരോ അവനാകുന്നു സർവശക്തൻ. അവൻ സ്വർഗത്തെയും ഭൂമിയെയും അതത് സ്ഥാനത്ത് ഉറപ്പിച്ചു, അതിനെ സൃഷ്ടിച്ചു. സർവചരാചരങ്ങളും അവനിൽ നിന്നാണ്. ആ സർവചരാചരങ്ങളും അവന്റെ കൽപ്പനയനുസരിക്കുന്നു. മനുഷ്യരിൽ എല്ലാവരുമല്ല. മനുഷ്യരോട് എന്ന് പറയുന്നത് ആ സർവശക്തനായ ദൈവത്തിൽ ഹവിസർപ്പിക്കുക. ലോകത്തിലെ എല്ലാ വേദങ്ങളും, ലോകത്തിലെ സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ? ആകാശത്തിലെ പർവ്വജാലികളെ, ഭൂമിയിലെ ഉരകവർഗങ്ങളെ, ഭൂമിയിലെ മനുഷ്യരാശിയെ, സൂര്യചന്ദ്രന്മാരെ, നിങ്ങൾ അവനെ നമിക്കുക. അവനല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചത്? അവനല്ലയോ നിങ്ങളുടെ സംവിധായകൻ? അവൻ നമ്മുടെയൊക്കെ സംവിധായകനായ പ്രപഞ്ചത്തിന്റെ നാഥൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവം ഏകനാണ്. ആ ഏകനായ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിലെ പരമമായ ലക്ഷ്യമുണ്ടാകുക. ആർണോൾഡ് ടോയംബി പറയുന്നുണ്ട്, ഞാൻ ചരിത്രത്തെ അപഗ്രഥിച്ചു പഠിച്ചു. മദ്യപാനം സമ്പൂർണമായി നിർത്തലാക്കിയ ഒരേ ഒരു മതവും ഒരേ ഒരു ചക്രവർത്തിയും ഇസ്ലാമാണ്. ആ മതം, ആ വ്യക്തി പ്രൊഫറ്റ് മുഹമ്മദ്. ലോകങ്ങൾ പഠിച്ചോളൂ, ലോകം നിങ്ങൾ പഠിച്ചോളൂ. കാർൽ മാർക്സിനെ നിങ്ങൾ ചരിത്രപരമായ അല്ലാതെ പഠിച്ചോളൂ. ഒരു വ്യക്തി എന്ന നിലക്ക് കാർൽ മാർക്സിനെ പഠിക്കൂ. അദ്ദേഹം മദ്യപാനിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ കോളേജ് ക്യാമ്പസ് ഒരു സർവകലാശാല എന്നതിനപ്പുറത്ത് എന്റെ കോളേജ് ക്യാമ്പസ് ഒരു ചാരായശാല കൂടിയായിരുന്നു. എന്റെ കോളേജിൽ എന്നെ ജയിലടച്ചു. മദ്യപിച്ച് ഞാൻ കോളേജിൽ എന്നും പ്രശ്നമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നതാണ്. പോലീസുകാരനെ മദ്യഷാപ്പിൽ വെച്ച് ഓടിച്ചിട്ടിടിച്ചു. അങ്ങനെ അനുഭവങ്ങൾ പറയുന്നു കാർൽ മാർക്സ്. ലോകത്തൊരു തുള്ളി മദ്യപിക്കാത്ത മദ്യപാനി പതിതനാണ് എന്ന് പറഞ്ഞു ബൈബിൾ. മദ്യപാനി പതിതനാണെന്ന് ഹിന്ദുമതം പറഞ്ഞു. മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുത്തില്ലെന്ന് ബൈബിൾ പറഞ്ഞു. മദ്യപാനത്തെ ഏറ്റവും ശക്തമായി വിലക്കി ഇസ്ലാം. ഇന്ന് നിങ്ങൾ ആലോചിച്ചപ്പോൾ പൊന്നാനിയിലും തിരൂരിലുമാണ് മദ്യത്തിന്റെ പേരിൽ മത്സരിക്കുന്നത്. ചാലക്കുടിയിലാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ചാലക്കുടിയിലാണ് ചാലിട്ട് മദ്യപിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മനുഷ്യർ മോചിതമാകണം. എന്തിനിത് ചെയ്യുന്നു? എന്തിന് ഞാനിത് ചെയ്യുന്നു? എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കർമ്മം ചെയ്തുകൊണ്ട് എന്റെ നേട്ടം എന്താ? നിങ്ങൾ ഇവിടെ വന്നു, പഠിച്ചിട്ട് ഉന്നതമാകാൻ കഴിഞ്ഞില്ല, രാജ്യസേവകരാകാൻ കഴിഞ്ഞില്ല, മാതാപിതാക്കൾക്ക് സമാധാനിക്കാൻ കഴിഞ്ഞില്ല. എന്തൊരു ജീവിതമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ ഈ ജീവിതത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ നടന്ന് ആളുകൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം. പല ആളുകളും പറയും, ഈ ഒരു യോഗം കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചില ആളുകൾ ഒരു പക്ഷേ അവരോട് ചോദിച്ചിട്ടുണ്ടാവാം. എന്താ പ്രയോജനം? അതിന്റെ പ്രയോജനം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അത് നിങ്ങൾ ഹെഡ് ചെയ്യുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരും. നിങ്ങളൊരു അച്ഛനാകണം, നിങ്ങളിൽ അമ്മമാരുണ്ടാകണം. അപ്പോൾ മക്കൾ നശിച്ചു പോകുന്നത് കാണുമ്പോൾ അമ്മ എന്ന വികാരത്തിന്റെ വേദന അത് നിങ്ങൾ അറിയും, തിരിച്ചറിയും. എത്ര അമ്മമാര് കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്യുന്ന മക്കളാണ് ആധുനിക ലോകത്ത്.
മനുഷ്യൻ എന്ന ഈ ബുദ്ധിജീവി നശിച്ചുപോവുകയാണ് ഈ രാജ്യത്ത്. ഇതുകൊണ്ടൊക്കെ ആളുകൾ എന്ത് നേടി എന്നത് ഗൗരവമായി. ജന്മം നൽകിയ മക്കൾ അച്ഛനെ കാണുമ്പോൾ ഓടി ഒളിക്കുക, അമ്മ ഓടി ഒളിക്കുക, ഭാര്യ ഓടി ഒളിക്കുക. എന്താ കാരണം? ക്രൂരമായ മദ്യം മനുഷ്യന്റെ ബുദ്ധിയില്ലാതാ. ഹംർ എന്നാണ് അറബിയിൽ പറയാം. ഹംർ എന്ന് പറഞ്ഞാൽ മറച്ചു കളയുന്നത്, ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത് എന്നാണ് പദത്തിന്റെ അർത്ഥം. മദ്യം എന്ന് അറബിയിൽ ഉപയോഗിച്ച ഹംർ എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധിയെ ഭ്രമിപ്പിച്ചു കളയുന്നത്. ഉടുതുണി എടുത്തിട്ടുണ്ടോ? അറിയില്ല. ഞാൻ നഗ്നനാണോ? അറിയില്ല. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മദ്യപിച്ച് നഗ്നനായി കിടന്ന് അറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം റൂട്ടിൽ യാത്ര പോകുന്നതിനിടയിൽ ഒരു നല്ല ഉദ്യോഗസ്ഥൻ എന്ന് എനിക്ക് തോന്നുന്ന ഒരാൾ റോഡരികിൽ മറിഞ്ഞു കിടക്കും. പോക്കറ്റിലൊക്കെ നല്ല ക്യാഷ് ഉണ്ട്. നല്ല അദ്ദേഹത്തിന്റെ ഐഡന്റി കാർഡ് എടുത്ത് എനിക്ക് മനസ്സിലായി നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളുടെ വണ്ടിയിൽ അദ്ദേഹത്തെ എടുത്തു, വണ്ടിയിൽ കിടത്തി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിൽ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ആദ്യം അദ്ദേഹത്തിന്റെ ഒരു പെണ്ണിന്റെ നമ്പറാണ്. വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫാണ്. വളരെ വേദനയോടെ അവർ കരഞ്ഞ് പറയുന്നത് എവിടെയുള്ളു? ഞങ്ങൾ ഇന്ന സ്ഥലത്താണ്, റൂട്ട് എവിടെയാണ് എന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ 15 കിലോമീറ്റർ ഉള്ളോട്ട് യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കോളിംഗ് ബെല്ലടിച്ച് ആ മനുഷ്യനെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ആ ഭാര്യ പൊട്ടിക്കരയുകയായിരുന്നു. പിതാ രക്ഷിതി കൗമാരി, ഭർത്തൃ രക്ഷിതി യൗവനെ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, രക്ഷന്തിസ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. അല്ലെ, അച്ഛന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ ഈ മകൾ, ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഈ മകൾ, ഭർത്താവിൽ നിന്നൊന്നും ലഭിക്കാതെ പോകുന്ന ഒരു പുതിയ തലമുറ. ഓർക്കണം, ഓർത്തെടുക്കണം. എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം? മഹാത്മാഗാന്ധിയെ ഒരു ബ്രിട്ടീഷുകാരൻ ഷൂട്ട് ചവിട്ടി 2 പല്ലുകൾ മഹാത്മാഗാന്ധിയുടെ കൊഴിഞ്ഞുപോയി. ആ സമയത്ത് മഹാത്മാഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ സായിപ്പേ, എന്റെ പരിക്കൻ കാലിൽ നിന്റെ പല്ല് തട്ടി, നിന്റെ ഷൂ കൊണ്ട് എന്നെ ചവിട്ടിയല്ലോ, അപ്പൊ എന്റെ പരിക്കൻ പല്ലിൽ തട്ടി നിന്റെ മൃദുലമായ കാല് വേദനിച്ചുവോ എന്നാണ് മഹാത്മാഗാന്ധി ചോദിച്ചത്. ആ മഹാത്മാഗാന്ധിയുടെ നാടായത്. അല്ലെ, ആ മഹാത്മാഗാന്ധിയുടെ ഗുജറാത്താണ് നമ്മുടെ നാട്. കലാപങ്ങളുടെയും കാലുഷ്യത്തിന്റെയും നാട്. നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി സൈക്കിൾ ചെയിനും കുറുവടിയുമായി ആളെ തല്ലിച്ചതച്ച് കൈപൊട്ടിച്ച് ഒരുപക്ഷെ നാളെ നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ട കൈ അടിച്ചു മുറിച്ചു കളഞ്ഞു. കുടുംബത്തിന്റെ താങ്ങാങ്ങേണ്ട കൈ ഒരു വികാരത്തിന്റെ മേൽ നമ്മൾ തല്ലിത്തരച്ചു. ഒരു മനുഷ്യനെയും തലോടാനല്ലാതെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാൻ ഈസ് എ സോഷ്യൽ ബീങ്. ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. എന്റെ കോളേജിലേക്ക് കയറി വരുന്ന എന്റെ ജൂനിയറായ എന്റെ അനുജൻ എന്തെന്ത് പ്രതീക്ഷയുമായിട്ടായിരിക്കും എന്റെ കുടുംബത്തും കയറി വന്നത്. ഒരു വീട്ടിലെ ഏകപുത്രനായിരിക്കാം, ഏകപുത്രിയായിരിക്കാം. അവനെ വിളിച്ചു വരുത്തി സ്നേഹിച്ചു, മോനെ ഈ ക്യാമ്പസിൽ ഇന്നെന്നതാ, നിന്നിൽ നിന്ന് ഈ ക്യാമ്പസിൽ ഉണ്ടാകേണ്ടതെന്നാണ് ഒരു ജ്യേഷ്ഠന്റെ വികാരം. എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി? ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. പ്രവാചകന്റെ ഒരു വാചകമുണ്ട്, നിങ്ങളിൽ താഴെയുള്ള ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്കണം, വലിയവരെ നിങ്ങൾ ബഹുമാനിക്കണം. അല്ലേ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. ആചാര്യന്മാരെ ദൈവതുല്യം സ്നേഹിക്കണം. ഇന്നങ്ങനെ ഒരു ബന്ധമുണ്ടോ? നമ്മുടെ ടീച്ചേഴ്സിന്റെ പേര് പോലും പലർക്കും അറിയില്ല. നമുക്ക് അത്തരം ഒരു ആത്മബന്ധമോ ഫീലിംഗോ ഇല്ല. യാന്ത്രികമാണില്ല. കോളേജിൽ വരുന്നത് തന്നെ പഠനമായിരുന്നു വരുമ്പോൾ ലക്ഷ്യം. പിന്നെ ഉള്ളത് ആകെ പരിചയപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അവളുമായി കഴിച്ചുകൂട്ടിയ കുറെ നിമിഷങ്ങളാണ്. ശരി, എങ്കിൽ എന്തിന് ക്യാമ്പസ്? അതിന് മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കാമല്ലോ. ഇത്രയേറെ ശമ്പളം മുടക്കി, ഇത്രയേറെ പണം മുടക്കി, അച്ഛനധ്വാനിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കുമ്പോഴും മേലുദ്യോഗസ്ഥന്റെ ആട്ടും തുപ്പും കേട്ട് അച്ഛന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവാം. ഞാനൊരു എഞ്ചിനീയറുടെ മകനാണ്. രാജൻ കൊലക്കേസ് കക്കയം ഡാമിൽ നടക്കുമ്പോൾ അവിടുത്തെ ഒരു സീനിയർ എഞ്ചിനീയറായി ആ ജോലി രാജിവെച്ചെന്നൊരു മതപണ്ഡിതനായ ഒരു പിതാവിന്റെ മകനാണ് ഞാൻ. എന്റെ ബാപ്പയെ എന്നെ പൊട്ടിയ ഓർമ്മകൾ എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്റെ ബാപ്പയെ ജീവിച്ചൊരിക്കലും കണ്ണീര് കുടിപ്പിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. എന്റെ ഒരു ഭാഗം പൂർണ്ണമായി തളർന്നു കിടക്കുന്ന എന്റെ ഉമ്മയെ കാണാത്ത 2 ദിവസത്തിലധികം എനിക്ക് നിൽക്കാൻ കഴിയാത്തത് ഈ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, നിരീശ്വരവാദി സന്തോഷ്. ആ സന്തോഷ് എന്റെ വീട്ടിൽ ആദ്യമായി ഒരു ഭൗതിക കാര്യത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സന്തോഷ്, ജീവിതത്തിൽ ഈ ജീവിതം എന്നെങ്കിലും അവസാനിച്ചു പോകും? പെട്ടെന്ന് അവസാനിച്ചു. ഒരു അറ്റാക്കായി, ഒരു ആക്സിഡന്റായി, ഒരു സുനാമിയായി, അല്ലെങ്കിൽ ഒരാളുടെ കത്തിക്ക് ഇരയായി, ഇതെല്ലാം കഴിഞ്ഞു പോകും. എപ്പോഴെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടോ സുരേഷ്, സന്തോഷ് എന്ന് ഞാൻ എന്റെ സന്തോഷിനോട് ഇല്ല എന്ന് പറഞ്ഞു. ഖുർആനിലെ 2 വാചകങ്ങൾ ഞാൻ അവർ വായിച്ചു കൊടുത്തു. ഒരു വേദഗ്രന്ഥം എന്ന നിലയിൽ ആ വാചകം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം. നിന്റെ അച്ഛനോ നിന്റെ അമ്മയോ നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിച്ചാൽ, സുരേഷ്, അഭിലാഷ്, ആനന്ദ്, നിന്റെ അടുത്ത് വെച്ച് നിന്റെ അച്ഛനോ അമ്മയോ വാർദ്ധക്യം പ്രാപിച്ചാൽ എന്നൊരു വാക്ക് പോലും നിങ്ങൾ നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും പറയരുത്. വഹനന്നല വഹിനി, ഏറെ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചാണ് നിന്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്നത്. എനിക്ക് 5 പെൺകുട്ടികളുണ്ട്.
എന്റെ ഭാര്യയുടെ ഓരോ ഘട്ടത്തിലെ പ്രസവത്തിന്റെയും പ്രയാസവും അനുഭവിച്ച ഒരാളാണ് ഞാൻ. രാത്രിയിൽ എന്റെ മക്കളെ തൊട്ടിലാട്ടി എന്റെ കൈകൾ തളർന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്നേഹമായിരുന്നു, കാരുണ്യമായി. ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. മനുഷ്യന്റെ മനസ്സിലെ അലിവും സ്നേഹവും ആർദ്രതയും ഇന്ന് ചോർന്നുപോയി. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള ഒന്ന്, സ്വന്തം അമ്മയുമായുള്ള ബന്ധം, അച്ഛനുമായുള്ള ബന്ധം. ആ കണ്ണീര് കുടിപ്പിച്ചതിന്റെ ശാപം ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. സമാധാനം ഉണ്ടാകുക എപ്പോഴാ? അച്ഛന്റെ കൂടെ ഇരുന്ന നല്ല നിമിഷങ്ങൾ, അമ്മയുടെ കൂടെ ചെലവഴിച്ച നല്ല ഓർമ്മകൾ. എന്നും അമ്മയോട് തട്ടിക്കേറി, എന്നും അച്ഛനോട് കലാപത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അച്ഛനായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പ്രഭാഷണം കേട്ട് അമേരിക്കയിൽ വെച്ച് നന്നായ അടിച്ചു പൊളിച്ച് ജീവിച്ച് ഏറ്റവും വൃത്തികെട്ട ജീവിതം നയിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്റെ ഏതോ ഒരു നിമിഷത്തിൽ നെറ്റിൽ കയറി എന്റെ പേരടിച്ചപ്പോ കിട്ടിയ പ്രസംഗം കേട്ട് നന്നായി അവൻ എന്റെ അടുത്ത് വന്ന മെനയാൻ അവൻ അമേരിക്കയിലേക്ക് പോയി. പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ അവൻ വിളിച്ചു, ഷമീർ, നിന്റെ ഉപ്പയുമായി ഒരുപാട് കാലമായി നീ തെറ്റിലാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഉപ്പ, നിന്റെ കാരണക്കാരൻ, നിന്നെ വളർത്തി ആളാക്കിയവൻ, നിന്നെ വിദ്യ അഭ്യസിപ്പിച്ചവൻ, എന്ത് തെറ്റ് നിന്റെ ഉപ്പാന്റെ ഭാഗത്തുണ്ടെങ്കിലും ഷമീർ 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിലാണ്. മനുഷ്യന് നിയന്ത്രിക്കാനാകാത്ത ആകാശമേലാപ്പിലെ യാത്ര. ഒന്ന് പിഴച്ചാൽ, ഒരലകിട വ്യതിചലിച്ചാൽ ആഴക്കടലിലേക്ക് പതിക്കുന്ന ഫ്ലൈറ്റിൽ ഒരുപക്ഷെ പിതാവിന്റെ ശാപമേറ്റുവാങ്ങി ആ വെള്ളത്തിൽ മുങ്ങി നീ മരിച്ചു പോയേക്കാം. ഉപ്പാന്റെ അടുത്ത് പോണം, ഉപ്പാനോട് സംസാരിക്കണം, ഉമ്മയെ കാണണം, ഉമ്മയോട് യാത്ര പറയണം. മനുഷ്യന്റെ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ ബന്ധം ഒന്നതാണ്. പിന്നെ ഏറ്റവും പവിത്രമായ ബന്ധം, നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ശരീരവും ഇങ്ങനെയൊക്കെ ഒരു അവസരവും തന്നൊരു സൃഷ്ടാവില്ലേ? ലോകത്തിന്റെ നാഥൻ, എപ്പോഴും നമുക്ക് കാരുണ്യം ചൊരിയുന്ന, നമ്മൾ ശ്വസിച്ച വായുവിന് ഇന്ന് വരെ പണം വാങ്ങാത്ത, നമ്മൾ കുടിച്ച വെള്ളത്തിന് ഇന്ന് വരെ കണക്ക് പറയാത്ത, നമ്മൾക്കൊരു നല്ല കിഡ്നി തന്നതിന് നമ്മളോട് പ്രതിഫലം ചോദിച്ചിട്ടില്ലാത്ത സർവശക്തനായ ഈശ്വരൻ, നാഥൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, ത്വമേശ്വരാനം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവതം പതിം പതീന പരമം പരസ്ഥാത് വിധാമദേവം ഭുവനേശ്വരേണ്യം. ലോകത്തിന്റെ സൃഷ്ടാവ്, എല്ലാ പതികളുടെയും സർവശക്തൻ, ലോകത്തിന്റെ നാഥൻ. ആ സൃഷ്ടാവിലേക്ക് മാറിപ്പോകേണ്ട അവനിലേക്ക് ജീവിതം. അപ്പൊ എന്തുണ്ടാവുന്നറിയോ? എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എനിക്ക് ആസ്വദിക്കാൻ കഴിയും. എന്റെ ഓരോ സെക്കൻഡുകളും എനിക്ക് ആസ്വദിക്കാൻ കഴിയും. കാരണം എന്നെ സൃഷ്ടിച്ച ദൈവത്തോടുള്ള ബാധ്യത ഞാൻ ഒരു ഭാഗത്ത് നിർവഹിക്കും. എന്റെ കൂടെ ജീവിക്കുന്ന മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. എന്റെ അമ്മ എനിക്ക് പ്രിയങ്കരമാണ്. എന്റെ അമ്മയ്ക്ക് എന്റെ കൂടെ ഇരിക്കുന്ന നിമിഷമാണ് ഏറ്റവും വലുത്. എന്റെ അനിയന് ഞാനുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. എന്റെ ജ്യേഷ്ഠൻ, എന്റെ ഇക്ക, എന്റെ ആ ഒരു വികാരം, ആ ഒരു വികാരത്തേക്കാൾ വലുതെന്തുണ്ട്? ആ ഒരു സൗമ്യത. എനിക്ക് എന്റെ ഇന്ന സുഹൃത്തുണ്ടായാലാണ് കോളേജിൽ എനിക്ക് ഏറ്റവും സമാധാനം. സത്യം പറയൂ, അതുണ്ടായിട്ടുണ്ടോ? നല്ലൊരു കൂട്ടുകാരൻ, നല്ലതിനു വേണ്ടി മാത്രം നയിക്കുന്ന, നല്ലത് മാത്രം പറഞ്ഞു തരുന്ന ഒരു നല്ല ആത്മസുഹൃത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ. ഞാനിവിടെ ഈ ക്ലാസ്സിന് വരുന്നതിന് ഒരുപാട് നാൾവഴികളുണ്ട്. ഈ ക്ലാസ്സിലേക്ക് ഞാൻ വരുന്നതിന് ഒരുപാട് നാൾവഴികളുണ്ട്. അതെന്റെ ഫഹീമിലൂടെ. ഫഹീമിന്റെ മനസ്സും ഫഹീമിന്റെ ആഗ്രഹവും ഒരുപാട് ആളുകളോടുള്ള നമ്മുടെ ഇഷ്ടം, മനുഷ്യരോടൊക്കെയുള്ള അടങ്ങാത്ത ഇഷ്ടം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് 21 തവണ വിളിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലയോ മനുഷ്യരെ എന്ന് 21 തവണ. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്. ഒരു തറവാട്ടിലെ മക്കളാണ് നിങ്ങൾ. നിങ്ങളെ 714 കോടി മനുഷ്യരാരാണ്? ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ലാ ഫളില ലി അറബിയ്യൻ അലാ അജമിയ്യൻ. അറബിക്ക് അനറബിയേക്കാൾ, അഥവാ സൗദി അറേബ്യയിലുള്ള ഒരു അറബിയും ഇന്ത്യയിലെ ഒരു കറുത്ത വർഗക്കാരനും തുല്യമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച മതം. ബ്രാഹ്മണന് പ്രത്യേകതയില്ല, ശൂദ്രന് പ്രത്യേകതയില്ല. എല്ലാവരും മനുഷ്യരാണ്. ആരും ഇവിടെ പറയുന്നില്ല, പൊളിയുന്നില്ല. മനുഷ്യരാണ്, ദൈവത്തിന്റെ അടിമകളാണ്. കാനന്നാസു ഉമ്മത്തം വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമാണ് എന്നാണ് വേദം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏക സമുദായമായ മനുഷ്യർ അവന്റെ ജീവിതത്തിന്റെ മരണത്തിന് ശേഷമുള്ള, ഞാൻ ഒന്ന് മനസ്സ് തട്ടി ചോദിച്ചു കൊള്ളട്ടെ, നമ്മളോട് ചോദിക്കാൻ നമുക്ക് കിട്ടിയ ഒരു ജന്മമാണിത്. നമ്മൾ അന്വേഷിക്കാതെ, നമ്മളോട് പറയാതെ, ഒരു 200 കോടി ബീജഗണങ്ങളിൽ ഒരു ബീജമായിരുന്നു ഞാനും നിങ്ങളും. ആരുഗുണം 2 മില്യൺ ലിറ്റർ ഇന്ദ്രിയത്തിലെ 200 കോടി ബീജഗണത്തിലെ ലക്ഷണമൊത്തൊരു ബീജമായിരുന്നു നമ്മളൊക്കെ. ആ ബീജത്തിൽ നിന്നാണ് ഇന്ന് ഈ സുന്ദരികളും സുന്ദരന്മാരും ഉണ്ടായത്. ഈ അഴകും ഈ ഐശ്വര്യവും ഉണ്ടായത് ആ ജലഗണികയിൽ നിന്നാണ്.
ആരാ നമ്മളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇത്ര മനോഹരമായി വളർത്തിയത്? ഖുർആനിലെ 39-ാം അധ്യായം 6-ാമത്തെ വചനം. ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടം. ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം, പിന്നെ അതിനെ അസ്ഥി കൊണ്ട് അനാവരണം ചെയ്ത് ആ അസ്ഥിയെ വീണ്ടും വീണ്ടും മാംസം പൊതിഞ്ഞ് ഒരു ഐശ്വര്യ റോയി, ഒരു മമ്മൂട്ടിയെ, ഒരു മോഹൻലാലിനെ ഒക്കെ സൃഷ്ടിച്ചത് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനാണ്. വേറിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഇന്ന് ഒറ്റയ്ക്കിരിക്കാമോ? ഈ കോളേജിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ, അല്ല നിങ്ങളുടെ റൂമിലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ചോദിക്കോ, നിങ്ങൾ ചെയ്ത നന്മയുടെ ഒരു ലിസ്റ്റ് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മയുടെയും നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മയുടെയും ഒരു ലിസ്റ്റ് എടുത്താൽ നിങ്ങൾ ചെയ്ത തിന്മയുടേത് ഇങ്ങനെ നിൽക്കും, ഒരുപക്ഷെ നന്മയുടെ. അല്ലെങ്കിൽ ചിലർക്ക് നന്മ ഇങ്ങനെ, തിന്മ ഇത്രയും. ഇതിലെവിടെ നിൽക്കുന്നു നാം? എവിടെയാണ് നമ്മളുള്ളത്? എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എന്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കുട്ടികളിൽ നിന്ന് ചെയ്യിപ്പിച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പെപ്സി കുടിക്കില്ല എന്ന് തീരുമാനിച്ചു, കോള കുടിക്കില്ല എന്ന് തീരുമാനിച്ചു, ഒരിക്കലും പുകവലിക്കില്ല എന്ന് തീരുമാനിച്ചു. എന്റെ സുഹൃത്തുക്കൾ മുഴുവൻ ചെയ്യില്ല ഒരിക്കലും. അതുപോലെ അനാവശ്യമായ ഭക്ഷണം കഴിക്കില്ല. ജീവൻ കിടക്കാൻ വേണ്ടി ഹിതമിതമൂണുമുറക്കും പ്രതിദിനം ഈശ്വര സേവയും ചെയ്യുക എന്ന് പറഞ്ഞു. കുറച്ചു ഭക്ഷണം, കൂടുതൽ ചിന്ത, ഉന്നതമായ ഗ്രന്ഥങ്ങളുടെ വായന, ലോകത്തിന് നന്മ നൽകാനുള്ള ഇറങ്ങിപ്പുറപ്പെടൽ, ഇച്ഛാശക്തി. 540 ഷുഗറുള്ള ഒരാളാണ് ഞാൻ. 540ന്റെ മേലെ ഷുഗർ വന്ന് കാതിന്റെ കേൾവി നഷ്ടപ്പെടുകയും കണ്ണ് മിക്ക ആഴ്ചകളിലും കാഴ്ച പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇന്നും ഒരു നിരാശയും തോന്നിയിട്ടില്ല. 2 കണ്ണുകൾ പോയാലും എന്റെ അകക്കണ്ണിന്റെ വെളിച്ചം എന്നും ഇവിടെ പ്രശോഭിച്ചു കൊണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ വാക്കുകൾ ലോകത്തിലെ യുവത്വത്തിന് പ്രചോദനമേകും എന്നും ഞാൻ വിചാരിക്കുന്നു. എന്റെ കർമ്മങ്ങൾ ലോകത്ത് ഇന്നില്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നു. എന്റെ ഓരോ വാക്കുകളും ഈ സമൂഹത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ ജാതിയും മതവും പറഞ്ഞ് എനിക്ക് പറയാൻ കഴിയും. നെറ്റിൽ നിങ്ങൾ എന്റെ പേരടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഏറിയ ഇന്ത്യയിലെ, കേരളത്തിലെ പ്രബലമായ ക്ഷേത്രങ്ങളിലെ, ചർച്ചുകളിലെ എന്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. യുവത്വത്തെ കുറിച്ചുള്ള എന്റെ പ്രസംഗം കിട്ടും. മദ്യപാനത്തിനെതിരെയുള്ളത് കിട്ടും. ഓരോ സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് എടുത്ത് ഓരോ മാസം കോളേജുകളിൽ ചർച്ച ചെയ്താൽ കോളേജ് 2 നിലക്ക് വളരും. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസം. ഇനി നിങ്ങൾക്ക് അടുത്ത മാസം ചെയ്യാം, ഒരു അച്ഛനെ വിളിച്ചോളൂ, ഒരു ചർച്ചിലെ അച്ഛനെ വിളിച്ചോളൂ, ഒരു സ്വാമിയെ വിളിച്ചോളൂ, എന്നെ വിളിച്ചോളൂ. എന്നിട്ട് ഓരോ മതവും ഈ തിന്മക്കെതിരെ എന്ത് പറയുന്നു എന്ന് ഓരോ മതക്കാരും പറയട്ടെ. അങ്ങനെ മനുഷ്യർ മാറട്ടെ. എന്റെ അഭിപ്രായത്തിൽ എല്ലാ കോളേജുകളിലും സയൻസ് പ്രൊഫസർക്കപ്പുറത്ത്, ജിയോഗ്രഫി പഠിപ്പിക്കുന്നതിനപ്പുറത്ത് മതം പഠിക്കുന്ന 3 റിലീജിയന്റെ ആളുകളും അധ്യാപകരായി നിയമിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ രീതി ആധുനിക കാലഘട്ടത്തിൽ ക്രമീകരിക്കപ്പെട്ട വിപ്ലവകരമായ മാറ്റം ഇന്ത്യയാകുന്ന മണ്ണിലുണ്ടാവും. ശരിയാണോ? ഉണ്ടാവണം. ആ ഉണ്ടാകുന്ന കാലം എന്ന് വന്നോ അന്ന് പരിവർത്തനം ഉണ്ടാകും. യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകം എന്താ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് എവിടെ ചുതി സംഭവിക്കുന്നുവോ അവിടെ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ധർമ്മത്തിന്റെ പുനഃസ്ഥാപനം. നിങ്ങൾക്കറിയാം, ഞാൻ എന്റെ നാട്, നിങ്ങളുടെ പ്രിൻസിപ്പലിന്റെ നാടിനടുത്ത് ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനോട് ചേർന്ന പുത്തനത്താണിയില്ല. ഞാൻ എന്റെ നാട്ടിലേക്ക് ജീവിതത്തിന്റെ തിരക്ക് പിടിച്ചേടിയിൽ ഓടിച്ചെല്ലുമ്പോൾ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഉണ്ടാവും, വയോവൃദ്ധർ എന്റെ വീട്ടിൽ, എന്റെ പരിസരത്ത് എന്നെ തേടി. എന്താ നമ്മൾ അവർക്ക് നൽകുന്ന ആശ്വാസം? ജാതിയും മതവും മറന്ന് മനുഷ്യർക്ക് നമ്മുടെ സ്വാന്തനമാകുന്നത് എന്തിനാ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യസാക്ഷാത്കാരം. അത് പൂർത്തീകരിക്കാൻ ചുരുങ്ങിയ പ്രായം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? അതിലേറ്റവും പ്രധാനമായ ഒന്നാണ്, നിങ്ങൾ ചെലവഴിക്കുന്ന പൈസയിൽ നിന്ന് എല്ലാ ദിവസവും നിങ്ങൾ ഒരു തുക മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളിൽ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുക. അയാളുടെ കൈകളിൽ നിങ്ങൾ ആ സംഖ്യ കൊണ്ടുപോയി കൊടുക്കുക. എല്ലാ മാസത്തിലും ആ വലിയ തുക എത്രയുണ്ട് എന്ന് നിങ്ങൾ കോളേജിനെ അറിയിക്കുക. ആ തുക നിങ്ങൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടവനെ, അവന്റെ അവനെ പുനരധിവസിപ്പിക്കാൻ, മദ്യപാനിയെ പുനരധിവസിപ്പിക്കാൻ, അവനെ നന്നാക്കാൻ, അവനെ ഉപദേശിക്കാൻ, പാവപ്പെട്ട ക്യാൻസർ രോഗികളെ ചികിത്സിക്കാൻ, ആതുര സംവിധാനങ്ങൾ, വീടില്ലാത്തവർ, കിടപ്പാടമില്ലാത്തവർ, കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്നവർ, ആദമിന്റെ മക്കൾ, നമ്മുടെ അനുജന്മാർ, നമ്മുടെ ജ്യേഷ്ഠന്മാർ, ഇരിക്കക്കുറയില്ലാത്തവർ, നിങ്ങളെപ്പോലെ ഈ AC റൂമിൽ ഇരിക്കാൻ സൗഭാഗ്യം ലഭിക്കാത്തവർ, അതെ, ആയിരങ്ങൾ. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ ആയിരങ്ങൾ, ഗുജറാത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീണ മനുഷ്യർ, ഒരുപാട് അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ, ഒരുപാട് അമ്മമാരുടെ കണ്ണീരുകൾ, തോരാത്ത വേദനകൾ, ഇതെല്ലാം ഉള്ള ഒരു ലോകത്താണ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
ആർത്തുല്ലസിച്ചും സന്തോഷിച്ചും മട്ടഹസിച്ചും എല്ലാ ജീവിതം നയിക്കുന്നതിനിടയിലും മനുഷ്യരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ? ഭൗതിക വിദ്യാഭ്യാസത്തിനപ്പുറത്ത് മനുഷ്യൻ എന്ന മഹാവ്യക്തിത്വത്തെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വേദഗ്രന്ഥങ്ങളിലെ ജ്ഞാന ജ്യോതിസുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വാൽമീകി ആരായിരുന്നു? ഒന്നാം തരം ഒരു കൊള്ളക്കാരനായിരുന്നു. അദ്ദേഹം ഏറ്റു പറയണം, ആ മരം ഈ മരം, ആ മരം ഈ മരം, അങ്ങനെയാണ് രാമരാമയായത് അല്ലേ? ബുദ്ധന്റെ ശ്രീബുദ്ധന്റെ അങ്കുലിമാൽ ഡാങ്കുവിന്റെ കഥ പറയുന്നിടത്ത് കാണാം. അങ്കുലിമാൽ ഡാങ്കു ശ്രീബുദ്ധനെ കണ്ടു. ടഹർജ, നിൽക്കവിടെയാണ്. ഒരു കൊള്ളക്കാരനാണ്, വിരല് മുറിച്ച് മാല ഉണ്ടാക്കുന്ന ഒരു കൊള്ളക്കാരൻ, ആളുകളെ കൊല്ലുന്നവരാണ്. ശ്രീബുദ്ധൻ പുഞ്ചിരിച്ച് യാതൊരു ഭാഗഭേദവും ഇല്ലാതെ അവന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, ഞാൻ നിന്നു, നീ എപ്പോഴാ നിൽക്കുക? ആ ചോദ്യം ആന്തരികമായ ഒരു കണ്ണിലേക്കുള്ള ചോദ്യമാണ്, ഹൃദയത്തിലേക്കുള്ള ചോദ്യമാണ്. നമ്മുടെ മനസ്സ്, ദൈവം നമുക്ക് നൽകിയ ദൈവയുടെയും കാരുണ്യത്തിന്റെയും മനസ്സ്, ഈ മനസ്സ് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ മനസ്സിന്റെ ശുദ്ധീകരണത്തിലൂടെയാണ് ലോകത്തിന്റെ മോചനം. ലോകത്തെ എല്ലാവരും എന്താ പറയാ, അവന്റെ ഹൃദയം ശരിയില്ല അല്ലേ? എങ്ങനെയല്ലേ പറയാ? ബൈഹാർട്ട് ആക്കിന്ന, ബൈഹാർട്ട്, ഹൃദയശുദ്ധി ഇല്ലാത്തവന് നീ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ എന്നല്ലേ എല്ലാവരും പറയാ? തലമേൽ കൈവച്ച് പറ എന്നാണോ ആരെങ്കിലും പറയാ? നീ ഒന്ന് നിന്റെ നെഞ്ചിൽ കൈവച്ച് പറ, നീ അത് ചെയ്തിട്ടില്ല. അപ്പൊ നെഞ്ചിന് എന്താ പ്രാധാന്യം? ഹൃദയത്തിന് എന്താ പ്രാധാന്യം? ബ്ലഡ് സർക്കുലേഷൻ എന്ന പ്രക്രിയ മാത്രമല്ല, ഹൃദയമാണ് നമ്മൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത്, നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നത്. നല്ലത് ചിന്തിക്കാമല്ലോ, എത്ര നല്ല ഗ്രന്ഥങ്ങൾ, എത്ര നല്ല പുസ്തകങ്ങൾ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ലോകത്തെവിടെയുള്ളത്? ലോകത്തെവിടെയുള്ളത്? വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആന്റെ തുടക്കം തന്നെ. ഇഖ്റ, വായിക്കുക മനുഷ്യരെ, ദൈവത്തിന്റെ നാമത്തിൽ വായിക്കുക. നല്ല വായനകൾ. ലോകത്തെ അബ്രഹാം ലിങ്കൻ നിങ്ങൾക്കറിയാം, ഒരു കടയിലെ തൊഴിലാളിയായിരുന്നു അബ്രഹാം ലിങ്കൻ. പേപ്പറിൽ ഇങ്ങനെ വസ്തുക്കൾ വെച്ച് കെട്ടുന്നതിനിടയിലാണ് പേപ്പറിൽ ഒരു ന്യൂസ്. അങ്ങനെ വായിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയത്. ലോകത്ത് എത്ര ആളുകൾ അത്യുദ്ധാനം കൊണ്ട് ബി.ആർ. അംബേദ്കർ, ജാതീയതയുടെ ഞെരിഞ്ഞമർന്ന ബി.ആർ. അംബേദ്കറിന് സഹവിദ്യാർത്ഥികളുടെ കൂടെ ബെഞ്ചിലിരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ചാക്കിട്ടിട്ടാണ് അദ്ദേഹം ഇരുന്നത്. സഹവിദ്യാർത്ഥികളുടെ കൂടെ വെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ ജാതി വ്യവസ്ഥയിൽ ഞെരിഞ്ഞമർന്ന ഒരു രാജ്യമായിരുന്നു ഇത്. ഇതിന് മോചനമുണ്ടായി. ഇസ്ലാം മനുഷ്യരെ ഒന്നിച്ചു കണ്ടു, ലോകത്തോട് മുഴുവൻ അത് വിളിച്ചു പറഞ്ഞു. വേദഗ്രന്ഥങ്ങളെല്ലാം അത് പറഞ്ഞു. അത് പഠിക്കാൻ നമ്മൾ തയ്യാറായില്ല. ഒരു കാര്യം നമ്മൾ അറിയണം, ഒരൊറ്റ തറവാട്ടിൽ നിന്ന് ഇറങ്ങി നടന്നവരാണ് നമ്മുടെ അച്ഛനമ്മമാർ. സത്യം, ഒരച്ഛനും അമ്മയുമായ ആദം ഹവ്വ ദമ്പതികളുടെ മക്കളിൽ നിന്നാണ് 714 കോടി മനുഷ്യരുണ്ടായത്. ആ മനുഷ്യരിലെ കണ്ണികളാണ് ഞാനും നിങ്ങളും. ഈ ഇരിക്കുന്ന പെണ്ണുമാണം ഉൾക്കൊള്ളുന്ന ഈ സമൂഹം ഒരു തറവാട്ടിലേക്ക് തിരിച്ചു പോയാൽ ഏകദൈവത്തെ മാത്രം ആരാധിച്ച് മനുഷ്യൻ എന്ന ഉന്നതനായ ഒരു സൃഷ്ടി പ്രപഞ്ചം അതുണ്ടായിരുന്നു. അവിടേക്ക് തിരിച്ചു നടക്കാൻ പാകതയുള്ള മനസ്സുകളെ സൃഷ്ടിക്കാനാണ് ഈ ഒരു സംഗമം. ഈ ഓടിവരവിന് ഭൗതികമായ ഒരു പ്രയോഗവുമില്ല. ഇല്ല, ഒരു ഡീസൽ അടിക്കാൻ പോലും ഞങ്ങൾ പൈസ വാങ്ങാറില്ല, ചോദിക്കാറില്ല. സുഹൃത്തുക്കളെ, ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇല്ല, ഇങ്ങനത്തെ ഒരു സംരംഭത്തിനും ഭൗതികമായ ഒരു നേട്ടവുമില്ല. ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ ഏത് കുടുംബത്തിലെ മലപ്പുറത്തുള്ളവരിവിടെയുണ്ട്, കാസർഗോഡുള്ളവരിവിടെയുണ്ട്, കണ്ണൂർ ജില്ലയിലുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവർ കൂടുതൽ ഇവിടെയുണ്ട്, പല ജില്ലക്കാരിവിടെയുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പല നാടുകളിലും ഉള്ളവർ ഇവിടെയുണ്ട്. ചിന്തിക്കൂ, ഇനി നമ്മൾ എന്തിനു ജീവിക്കണം? നന്നായി പഠിക്കാൻ, നന്നായി അധ്യാപകരെ റെസ്പെക്ട് ചെയ്യാൻ. നമുക്ക് അക്ഷരജ്ഞാനം പറഞ്ഞിരുന്ന ഗുരുമുഖത്ത് നിന്ന് സ്വാമി വിവേകാനന്ദനെ പറ്റി പറയുന്നിടത്തൊക്കെ അത് കാണാം. ഏറ്റവും നന്നായി റെസ്പെക്ട് ചെയ്തിരുന്ന, ഗുരുനാഥനെ ദൈവതുല്യം സ്നേഹിച്ചിരുന്ന ഈ പുതിയ തലമുറയെ, സുകുമാര കഥ അറിയാവുന്നവരാണ് നമ്മൾ. ഈ പുതിയ തലമുറയെ ഏറ്റവും നല്ല വിജ്ഞാനത്തിന്റെ, സമൂഹത്തിന് സേവനമനുഷ്ഠിക്കുന്ന നല്ല എഞ്ചിനീയർ, നല്ല ഡോക്ടർമാർ, നല്ല അക്കൗണ്ടന്റ്, നല്ല ഉദ്യോഗസ്ഥന്മാർ, നല്ല തൊഴിലാളികൾ, നല്ല സമൂഹം, അയാൾ ഒരു നല്ല ഭർത്താവ്. നിങ്ങൾ ഇങ്ങനെ ജീവിച്ച് വിവാഹത്തിലെത്തുമ്പോൾ ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല ഭാര്യ, ആ ഭർത്താവിനെ വഞ്ചിക്കാത്ത, ഭാര്യയെ വഞ്ചിക്കാത്ത ഒരു നല്ല, അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൂടെ നമുക്ക്? ആലോചിച്ചുകൂടെ നമുക്ക്? അത്തരം ഒരു ലോകത്തേക്കുള്ള യാത്ര തിരിച്ചുകൂടെ നമുക്ക്? അങ്ങനെ ഒരു യാത്രക്ക് തുടക്കമാകണം നമ്മുടെ ഈ സംരംഭവും ഈ ക്ലാസ്സും എല്ലാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാര്യം ശക്തമായി ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാം, നമ്മുടെ വിലപ്പെട്ട ഈ ശരീരം ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. നിയമത്താനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. മനുഷ്യരിലെ ഭൂരിപക്ഷം ആളുകളും അശ്രദ്ധരാണ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ആയുസ്. ആയുസ്സും ആരോഗ്യവും എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ഓർക്കുമ്പോൾ ഒരു പിടി നല്ല ഓർമ്മകൾ ആരുടെ മുമ്പിലും നമ്മൾ മരിക്കുമ്പോ ലോകം വിതുമ്പിക്കരയും തേങ്ങും. അല്ലെങ്കിലോ അടാ കഴിഞ്ഞടാ, അത് ഖലാസ്, ഒന്നും ഓർക്കില്ല. ഒരു പശുയത്ത വേദന പോലും മുത്തശ്ശിക്ക് ഉണ്ടാവില്ല ഒരു പക്ഷേ പേരക്കുട്ടി മരിക്കുമ്പോൾ. എന്താ? അത്ര ഉപദ്രവകരമായിരുന്നു കുടുംബത്തിൽ.
അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജന്മത്തിന്റെ ലക്ഷ്യം നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഫഹീമുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം, എന്നുമായി ബന്ധപ്പെടാം. സ്വാമി ഇപ്പൊ ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഡിസംബർ 23 ശിവഗിരി ആശ്രമത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സ്വാമിജിയാണ് പ്രേമാനന്ദ സ്വാമികൾ. അദ്ദേഹം ഞാനും ജോർജ് പാമ്പിളാനി ക്രിസ്തു മതത്തിന്റെ വലിയൊരു പണ്ഡിതനാണ്, കേരളത്തിൽ അറിയപ്പെട്ട. ഞങ്ങൾ നടത്തിയ ഏകദൈവാരാധനയും പരലോക ജീവിതവും വിവിധ ദർശനങ്ങളിൽ എന്നത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്റെ പ്രസംഗം ഹൃദ്യമായാലും ഇല്ലെങ്കിലും സ്വീകാര്യമായാലും ഇല്ലെങ്കിലും എന്റെ പേരടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ മതങ്ങളെ കുറിച്ചുമുള്ള ചർച്ച കിട്ടും, എല്ലാ ദർശനങ്ങളെ കുറിച്ചുള്ള ചർച്ച കിട്ടും. കൃത്യമായ ജീവിതം, വേഷവിധാനം. എനിക്ക് പെൺകുട്ടികളോട്, എന്റെ അനുജത്തിമാരോട്, 4 സഹോദരിമാരുള്ള ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് ഉപദേശിക്കുന്ന പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന്, പടുങ്ക് പാത്രമാണ് നിങ്ങൾ. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ചാരിത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ചാരിത്രമാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരുവനും അന്യായമായി സ്പർശിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ, നിങ്ങൾ നോക്ക്, ബോംബെയിലെ 12,000 ലൈസൻസ് ഉള്ള വേശ്യാലയത്തിൽ ജീവിതത്തിൽ ഒരിക്കലും എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലെത്തിയവരാവര്, ആരോ ചതിച്ചവരാവര്, അങ്ങനെ ഉടുതുണി ഉരിയേണ്ടി വന്നവരാവര്. അന്തപുരത്തിലെ മണവാട്ടികളാണ് നിങ്ങൾ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ഒരു ശരീരത്തിൽ ഒരു അന്യപുരുഷൻ സ്പർശിക്കുന്നുവെങ്കിൽ അറിയുക അനുജത്തി, നിന്റെ പരിശുദ്ധതയോടുകൂടി കളങ്കപ്പെട്ടിരിക്കുന്നു. ശുവർ, അച്ഛനെയും അമ്മയെയും ചതിച്ച്. എനിക്കറിയാം, ഈ അടുത്ത കാലത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്തുനിന്ന് ഒരു കുട്ടി കല്യാണത്തിന്റെ തലേ ദിവസം ഓടിപ്പോയി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൗതുകമില്ല, ഇത് ഇവിടെ നടക്കണതാണ്. പക്ഷെ എനിക്കത് എഫക്ട് ചെയ്ത് എവിടെയാണെന്നറിയോ? അയാളൊരു ആശാരിയായിരുന്നു. എത്രയോ മരത്തിന്റെ മേലെ ഉളിവച്ചടിച്ചടിച്ചുണ്ടാക്കി മകൾക്ക് നല്ല ആഭരണങ്ങൾ ഉണ്ടാക്കി. എന്നാ മകൾക്ക് പറയാമായിരുന്നു, അച്ഛാ എനിക്ക് ഇന്നൊരു പയ്യനോട് ഇഷ്ടമുണ്ട്, അച്ഛനിൽ അയാളുടെ പ്രപ്പോസൽ ആ പ്രപ്പോസൽ ഇവിടെ നിന്നു, നല്ല ഭർത്താവാണ് എനിക്ക് വന്നെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞു. കല്യാണ ലെറ്റർ അടിച്ചു. അച്ഛൻ അവളെയും കൊണ്ട് പല വീടുകളിലും പോയി കല്യാണം ക്ഷണിച്ചു. അപ്പോഴും അവളുടെ മനസ്സ് അച്ഛനോട് അലിവ് തോന്നിയില്ല. എല്ലാം അച്ഛനെ എല്ലാം ഏൽപ്പിച്ചു, പന്തലിട്ടു. തലേന്ന് എല്ലാവരും വന്നു. രാത്രി 10 മണി വരെയും അവള് പറഞ്ഞില്ല, അച്ഛൻ ഞാൻ വിളിച്ചു പോകും. എന്തൊരു ക്രൂര മനസ്സാണല്ലേ അത്. 20 കൊല്ലം വളർത്തിയ അച്ഛനോടില്ലാത്ത സ്നേഹം 2 മാസം കണ്ട ചെക്കനോട് ആലോചിച്ച് നോക്കിയേ. 20 കൊല്ലം ജീവൻ കൊടുത്ത് വളർത്തി, ആത്മാവ് കൊടുത്ത് വളർത്തിയ അച്ഛനെയും അമ്മയും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് 2 മാസത്തിന്റെ സ്നേഹബന്ധത്തിന് മൂല്യം കൽപ്പിച്ച പെണ്ണല്ല രാക്ഷസിയാകുന്നു എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾ അമ്മയാകുമ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഈ വേർപാടും ഈ നൊമ്പലും. ഷുവർ, കാത്തിരുന്ന് കണ്ടോളൂ, ദൈവസന്നിധിയിൽ വരും. നമ്മൾ എത്ര നിഷേധിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വരും, ലോകനാഥന്റെ മുമ്പിൽ നമ്മൾ വരും, ഉറപ്പ്. ആ ലോകനാഥന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം വിചാരണക്ക് വിധേയമാകുമ്പോൾ നശിച്ചു പോയൊരു ജീവിതം നമ്മുടേതാകരുത് എന്ന് അപേക്ഷിക്കാനാണ്. അതോടൊപ്പം നിങ്ങൾ കൃത്യമായി വിലയിരുത്തണം, ജീവിതം എന്താണെന്ന് വിലയിരുത്തണം. എന്നിട്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കോയമ്പത്തൂരിന്റെ ഈ കോളേജ് മറ്റൊരു മാതൃകയായി, മാനവിക മൂല്യങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറാൻ നമ്മൾ സ്വയം തീരുമാനിക്കാം. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു വചനമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ മനോഹരമായ ഒരു ദൈവവചനം, വിശുദ്ധ ഖുർആനിന്റെ 13-ാം അധ്യായം 11-ാമത്തെ വചനം. ആ വചനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനതക്ക് സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ആ ജനത ഈശ്വരൻ നന്നാക്കില്ല. നിങ്ങൾ സ്വയം മാറാൻ സന്നദ്ധരാകണം. ഏറ്റവും നല്ല മക്കളായി അഭിമാന പുരസരം അച്ഛനും അമ്മക്കും സമാധാനം കൊടുക്കണം, ബാപ്പാക്കും അമ്മക്കും സമാധാനം കൊടുക്കുന്ന ഏറ്റവും നല്ല മക്കൾ. നമ്മുടെ ശരീരത്തിലെ അവയവം നമ്മുടെ കൺട്രോളിലല്ല. ഞാൻ പറയണ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കിഡ്നി, ഹൃദയം, അതുപോലെയുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമ്മൾ നന്നായതുകൊണ്ട് അത് നന്നായിക്കൊള്ളുന്നില്ല. അത് കേടുവന്നാൽ അത് കേടുവന്നത് തന്നെ. അതിലേക്ക് നമ്മൾ കൊടുക്കണം മയക്കുമരുന്നാകാം, മദ്യമാകാം, എന്തുമാകാം. ശരീരത്തെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയാം. അനാട്ടമി പഠിച്ച ആളുകൾക്കറിയാം, നമ്മുടെ ശരീരം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതിനെ നശിപ്പിച്ച് തകർത്ത് കോടികളാണ് ഈ രംഗത്ത് നമ്മുടെ സർക്കാർ മുടക്കുന്നത് അതിനെ നന്നാക്കാൻ. നമ്മളത് ഒഴിവാക്കിയാൽ ആ കോടികൾ പാവപ്പെട്ടവർ കൊണ്ട് ചെലവഴിക്കാം. എല്ലാവരെയും ഒരു മിതമായ അവസ്ഥയിൽ അവരുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയും. വിദ്യാഭ്യാസമുള്ള, ചിന്തയുള്ള, സാമൂഹ്യ ബോധമുള്ള, എല്ലാവരോടും കാരുണ്യമുള്ള ഒരു ജനതയെ വളർത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ ഇതിന്റെ അപ്പുറത്ത് ചൂടാ, ഇതിന്റെ അപ്പുറത്ത് ലോകവും ചൂടില്ല. എനിക്കൊന്ന് പറയാനുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് പരിഹാസമായിരിക്കും ചിലരുടെ മനസ്സിലുണ്ടാവുക, അല്ലെങ്കിൽ വിമർശനപരമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. അതിനപ്പുറത്ത് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അതൊന്ന് മനസ്സിലെടുത്ത്, ഒന്ന് എന്തെങ്കിലും അപാകത, നിങ്ങൾക്ക് അപാകതയുണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങൾ തിരുത്തി ഒരു നല്ല ജീവിതം നയിച്ചു നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ അർത്ഥവും പൊരുളും മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിക്കാൻ കഴിയുക എപ്പോഴാണെന്നറിയോ?
നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിക്കാൻ കഴിയപ്പോഴറിയോ, നിങ്ങളൊരു നല്ല കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴാണ്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു ആശ്വാസമല്ലേ? പ്രായം ചെന്ന ഒരാൾക്ക് നമ്മളിരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ അവിടെ ഇരുന്ന് നല്ല ചുണ്ടുകൾ വരച്ച് താങ്ക്സ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മനിർവൃതിയില്ലേ? ഇല്ലേ? ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത അയാൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് നമ്മുടെ മുഖത്ത് നോക്കി കണ്ണ് നനയുമ്പോൾ ഒരു ആത്മനിർവൃതിയില്ലേ? ഇല്ലേ? ഉണ്ട്, ഉണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ജാതിയും മതവും മറന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ വിജയേട്ടനെ പൂറ്റിയപ്പോഴും എന്റെ ബാബുവേട്ടനെ സംരക്ഷിച്ചപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ജാതിയും മതവും മറന്ന് ജോർജിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ ആ നിർവൃത്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ യാത്രയിലെ മുഴുവൻ യാത്രകളും അതിനുവേണ്ടി മാത്രം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു എളിയ ഇസ്ലാമിക പ്രബോധനം കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ നമ്മൾ ജീവിച്ചതിനപ്പുറത്തേക്ക് ഒരു പ്രതിജ്ഞ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. അതോടൊപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ആരും സ്വയം പറഞ്ഞിട്ടോ ഈ സ്ഥാപനം സന്നദ്ധമായിട്ടോ അല്ല ഇത് നടന്നത്. ഒന്ന് രണ്ട് പേരുടെ ആത്മസന്തോഷത്തിൽ അവരോട് നിൽക്കേണ്ട എന്റെ സുഹൃത്തുക്കൾ, അവർ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചു. ആരെങ്കിലും തിന്മയിൽ അകപ്പെട്ട് കേടുവന്ന് കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകുന്നുവെങ്കിൽ അതുണ്ടാകരുത് എന്ന് നിങ്ങളെ അവർ സ്നേഹിച്ചു. നിങ്ങളെ ഇഷ്ടപ്പെട്ടതിനേക്കാൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അവർ നിങ്ങളുടെ രക്ഷകരാണ്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരണം. ഞാൻ പടച്ചവനോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എൻ്റെ ഫഹീമിനും ഫയത്തിനും ഇവർക്കൊക്കെ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുട്ടികളുണ്ട്, അവർക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ഈ സംരംഭത്തെ പറ്റി പറഞ്ഞപ്പോൾ പോലും ഒരുപക്ഷെ എന്തിനാ ഇത് തെറ്റത്? ഒരു മുസ്ലിമായ ഒരാള് എല്ലാ മതവിഭാഗമുള്ള ഒരു സ്ഥാപനത്തിൽ എന്തിന്? ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാ മതക്കാരും വരട്ടെ, എല്ലാ മതത്തിന്റെ ആധ്യാത്മിക ജ്ഞാനങ്ങളും ജനങ്ങളോട് പറയട്ടെ. അറ്റ്ലീസ്റ്റ് ഇന്ന മതം ശരി, ഇന്ന മതം തെറ്റിന്നല്ല ഞാൻ പറയും. ശരിയായ മതം ഏതെന്ന് നമ്മൾ വേറെ ചർച്ച ചെയ്യുന്നത്. ദൈവികമായ മതമേത്? സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ പഠിപ്പിച്ചിട്ടുള്ള മതമേത്? അതൊക്കെ നമുക്ക് വേറെ പഠിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിർവചനവും ഒരു സമാധാനവും ഒരു ശാന്തിയും കിട്ടുന്ന ഏത് നോളജും നിങ്ങൾക്ക് ആരിൽ നിന്നും സ്വീകരിക്കാം. മദ്യപാനത്തിൽ നിന്ന്, പുകവലിയിൽ നിന്നൊക്കെ എന്താ നമ്മൾ നേടുന്നത്? ചുണ്ടുകൾ കറുത്ത്, പല്ലുകൾ കേടുവന്ന്, ക്യാൻസർ രോഗം വന്ന് അവസാനം ആർക്കും വേണ്ടാത്തവനായി, ആരും തിരിഞ്ഞു നോക്കാൻ അല്ലേ? സത്യല്ലേ? അങ്ങനെ മരിച്ചാൽ മോർച്ചറിയിലേക്ക് ഒന്ന് നോക്കി ആ ഡോറ് തുറന്ന് ശരീരം മുഴുവനും ബ്ലഡ് വാർന്നു പോയ നമ്മുടെ സഹപ്രവർത്തകന്റെ ബോഡി ഓർക്കണുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ച വ്യക്തിയുടെ ബോഡി ഓർക്കുന്നുണ്ടോ? നിങ്ങളിൽ പലരും നേരിട്ട് കണ്ടവരുണ്ടാവും അല്ലേ? ആ കുട്ടി ഇനി എന്തിനു പറ്റും? ഈ മണ്ണിന്റെ ഭാഗമായി. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നിങ്ങളുടെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ ഒരു വലിയ ശക്തിയുണ്ട്. അത് ഉണർന്നാൽ നിങ്ങൾ നന്നായി. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, അല്ല അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് ഹൃദയമാണ്. യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ച എന്താ? നിന്റെ കണ്ണുകൾ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. രണ്ട് കണ്ണുകളുമായി നരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പോകല. നിന്റെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നമുക്ക് മസ്ലിം ആരോഗ്യമുള്ളത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് തീർക്കാനുള്ളതല്ല. ദൈവം പടച്ച ചുണ്ടിന്റെ മനോഹാരിത ഇടിച്ചു നിരത്തി തകർക്കാനുള്ളതല്ല. അല്ല, അവൻ വേദനിക്കുന്നുണ്ട്. ഇവിടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളോട് ശാരീരികമായി നേരിടാൻ കഴിയാത്തത് കൊണ്ട് അവൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, അവൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. റയാഗിങ്ങിന് വിധേയമായി താഴെ വീണ് പടഞ്ഞു മരിച്ച 1000 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തിൽ ഞാനും ഇതേ വേദന. കോയമ്പത്തൂർ മലയാളി ഈ സമാജമുണ്ടല്ലോ, ഈ ഒരു വലിയ കൂട്ടായ്മയുണ്ടല്ലോ, ഈ ഒരു സ്ഥാപന സമുച്ചയമുണ്ടല്ലോ, അവരും നിങ്ങളോട് കടപ്പെട്ടവരാണ്. അവരോട് നിങ്ങൾക്കും കടപ്പാടുകളുണ്ട്. എല്ലാവരും ഒന്നിച്ചു പിടിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകുക. ഇനി വരും നാളുകളിൽ എല്ലാ തിന്മകളിൽ നിന്നും ഒരു കുറവ്, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ്. ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങൾ പോയാൽ ഇന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും, നാളെ നിങ്ങൾ ഇതൊക്കെ മറക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നെറ്റിൽ കയറാൻ അറിയുന്നവരാണ് നിങ്ങൾ, എന്റെ പേരടിച്ചു കൊടുത്ത് നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് അതിൽ സ്വാമിജിയെ കാണാം. എന്റെ പേരടിച്ചാൽ നിങ്ങൾക്ക് സ്വാമിജിയെ കാണാം, പള്ളിയിലച്ഛനെ കാണാം, ചിന്തകന്മാരെ കാണാം, സിനിമ സംവിധായകരെ കാണാം. നിങ്ങൾക്ക് ആ സമ്മേളനങ്ങളിൽ എല്ലാം പങ്കെടുത്തവരെ നിങ്ങൾക്ക് കാണാം, രാഷ്ട്രീയ നായകന്മാരെ കാണാം, ശാസ്ത്രകാരന്മാരെ കാണാം. ആ നെറ്റിൽ നിങ്ങൾ എന്റെ പേര് മാത്രം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിത് നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ഒന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ? നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു കൂട്ടായ്മയിൽ ഇനി എത്ര കാലം പങ്കെടുക്കാൻ കഴിയും? ഏത് സമ്മേളനത്തിലും, നിങ്ങളുടെ ഏത് കൂട്ടായ്മയിലും സംഗീതം മനുഷ്യനൊന്നും നൽകുന്നില്ല. നിങ്ങൾ ലോകത്ത് വളരെ ഗൗരവമായി ചിന്തിച്ചു നോക്ക്. ഇളയരാജയുടെ മകനിയുടെ ഇസ്ലാം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സംഗീതം മനുഷ്യനെ നന്നാക്കിയിട്ടുണ്ടോ?
ക്ഷേത്രത്തിൽ ഒരു ഉത്സവം കഴിഞ്ഞാൽ ചെണ്ടമുട്ടും വെടിക്കെട്ടും കേട്ട് ഒരാൾ അമ്മയോട് നന്നായി പെരുമാറിയിട്ടുണ്ടോ? അയാളുടെ മദ്യപാനം എന്തെങ്കിലും ആ ഉത്സവം കൊണ്ട് ഇല്ലാണ്ടായിട്ടുണ്ടോ? ഒരു ഗാനമേള സംഘടിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും മരിജുവാന ഉപയോഗിക്കുന്നത് ഇനി ഒരിക്കലും ചെയ്യൂല എന്നാണോ, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യുമെന്നാണോ? ആലോചിച്ച് നോക്കണം. യേശുദാസിനേക്കാൾ വലിയ ഗായകന്മാരൊന്നും ഈ സദസ്സിലില്ലല്ലോ. യേശുദാസ് പറഞ്ഞ വാക്കെന്താ? എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഞാൻ വാനപ്രസ്ഥത്തിന് പോവുകയാണ്, എന്റെ കണ്ണുകൊണ്ട് തിന്മകൾ കണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, എന്റെ ഉൾക്കണ്ണുകൾ തുറക്കുന്നത് കൊണ്ട് എനിക്ക് കണ്ണുണ്ടായിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പോകും. ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട നമ്മുടെ യൗവനം വ്രണിത ഹൃദയം പേറി തമ്മിൽ അസൂയയും വിദ്വേഷവും കലാപവും ഏന്തി ഇവിടെ നശിച്ചു തീരുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം. സംഗീതത്തിന്റെയും ഗാനമേളകളുടെയും സിനിമകളുടെയും സീരിയലുകളുടെയും മൊബൈലിലെ വൃത്തികേടുകളുടെ ആസ്വാദനങ്ങളുടെയും അപ്പുറത്ത് അച്ഛൻ കൊണ്ടുവച്ച മദ്യം കുടിച്ച് 8 വയസ്സുകാരൻ മരിച്ചപ്പോ കേരള ജനത ഉണർന്നില്ല. ഇന്നലെ പോലും ഞാൻ യാത്ര ചെയ്തപ്പോ വിദേശ മദ്യഷാപ്പിന്റെ മുമ്പിൽ രാജ്യസേവനം ചെയ്യാൻ മത്സരിക്കുകയാണ്, അല്ലേ? രാജ്യസേവനം ചെയ്യാൻ മത്സരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ. അതിൽ നിന്ന് അവരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കി ഒരു നല്ല രാജ്യത്തിലെ പൗരന്മാരായി തീരാനും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ഞാൻ നന്നായി ജീവിച്ചിരുന്നു പടച്ചോനെ എന്ന് പറയാൻ ഒരു നല്ല ജീവിതം. പ്രവാചകൻ ലോകത്തോട് വിട പറയുമ്പോൾ വ്യഭിചാരമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, പലിശാലയമില്ലാത്ത, ഒരു ചിന്മയുമില്ലാത്ത ഒരു രാജ്യത്തെ നിർമ്മിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അതിന് അദ്ദേഹത്തിന് സാധിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറഞ്ഞ ഏക ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും പരലോകമെന്ന ബോധവും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന ബോധവും, ആ ബോധമാണ് മനുഷ്യനെ അവിടെ എത്തിച്ചത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 3 വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, നമ്മളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം, അവനെ മാത്രമേ ആരാധിക്കുള്ളൂ തീരുമാനിക്കും. അന്തം തമഹ പ്രവിശംതിയെ സംപുത്യമുപാസതേ തതോപുയ ഇബദേ യഹുസംപുദ്യം രദഹ. ഈശാവാശുപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ദൈവേതരെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പോകുന്ന മാർക്കോസിന്റെ 12ാം അധ്യായം 29ാമത്തെ വചനത്തിൽ ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അതുകൊണ്ട് ഏകനായ ദൈവത്തെ തിരിച്ചറിയാം, അവന്റെ പ്രവാചകന്മാരെ തിരിച്ചറിയാം. ആ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വേദത്തിന്റെ വേദഗ്രന്ഥങ്ങളുടെ നിങ്ങൾ പഠിക്കുന്ന മറ്റെന്തിനേക്കാളും, നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഭൗതികമായ ഏത് വിദ്യാഭ്യാസം പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ബെറ്ററായ പഠനം വേദഗ്രന്ഥങ്ങളുടെ പഠനമായിരിക്കും. അത് നിങ്ങളെ മനുഷ്യരാക്കും, അത് നിങ്ങളെ നല്ല അനുജനാക്കും, അത് നിങ്ങളെ നല്ല ജ്യേഷ്ഠനാക്കും, അത് നിങ്ങളെ നല്ലൊരു സുഹൃത്താക്കും. ഒരിക്കലും സുഹൃത്തിനെ ആക്രമിക്കാത്ത, സ്നേഹം മാത്രം വിളമ്പുന്ന നല്ലൊരു വിദ്യാർത്ഥിയെ അത് സൃഷ്ടിക്കും. ഷുവർ, ഉറപ്പായിട്ടും അത് ഉണ്ടാകും. അത്തരമൊരു ലോകത്തേക്കുള്ള യാത്രക്ക് ഈ കൂട്ടായ്മയും ഈ ഇരുത്തവും ഉപകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രപഞ്ചത്തിന്റെ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ഒരു നല്ല ജനതയുടെ സെറ്റപ്പിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച വാക്കെന്ന് മനസ്സിലാക്കി എനിക്ക് മാപ്പ് നൽകുകയും ഈ കാര്യങ്ങളെ ഗൗരവമായി നിങ്ങൾ പഠിക്കുകയും എന്നെ മറന്നാലും എൻ്റെ വാചകങ്ങളെ നിങ്ങൾ മറക്കാതിരിക്കുകയും നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ സമൂഹം, നമ്മുടെ അധ്യാപകർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നാളെ ഈ രാജ്യത്തിന്റെ സേവകരാകേണ്ടവരാണ് നമ്മൾ. ഈ രാജ്യം നശിച്ചു പോകാൻ പാടില്ല, ഈ നാട് നശിച്ചു പോകാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല, ദൈവസന്നിധിയിൽ നമ്മൾ നിന്ദന്മാരാകാൻ പാടില്ല, സൃഷ്ടിച്ച പടച്ചവനോടുള്ള കടപ്പാടുകൾ മറന്നു പോകാൻ പാടില്ല. ഈ പോയിന്റുകളെല്ലാം ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇനിയും ഇത്തരത്തിലുള്ള നല്ല സംരംഭങ്ങൾക്ക് നിങ്ങൾ ഇനിയും മുന്നോട്ട് വരണമെന്നും ഇതിലൊന്നും മറ്റൊരു പ്രയോജനവും ആർക്കില്ലെന്ന തിരിച്ചറിവിൽ നിന്ന്, എല്ലാവർക്കും ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് നാം ഈ ക്ലാസ്സിനെ ഉൾക്കൊള്ളുക. നിങ്ങൾ വന്നതിലും, നിങ്ങൾ ഇരുന്നതിലും, നിങ്ങൾ സന്തോഷത്തോടുകൂടി കേട്ടതിലും, നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളപ്പുറം ഏകാഗ്രതയോടത് കേട്ടതിലും നിങ്ങളോടുള്ള അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ അവസരം ഗിഫ്റ്റായി, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമായി കണ്ടുകൊണ്ട് ഇതിന് പടച്ചവനെ സ്തുതിച്ചുകൊണ്ടും ഇതിന് അവസരമൊരുക്കിയ ഈ കോളേജ് മാനേജ്മെന്റിനോട് ഞങ്ങൾക്കുള്ള അതിയായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും ഇതിനു വേണ്ടി ഓടി നടന്ന ഫഹീമിനും അവന്റെ സുഹൃത്തുക്കൾക്കുമെല്ലാം പടച്ചു തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല സ്നേഹത്തിലും മൈക്കത്തിലും മാർദ്രതയിലും അലിവിലും അനുകമ്പയിലും കഴിഞ്ഞുകൂടേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തിന്റെ മെസ്സേജ് നൽകിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഈശ്വര, നീ ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും നന്മ നൽകണേ എന്നാണ് പ്രാർത്ഥിച്ചതിൻ്റെ രത്നച്ചുരുക്കം. അവൻ നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
I meet people who are addicted to smoking or drinking. I ask them to change the habit. എപ്പോഴൊക്കെ ഞാൻ ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് അവര് സ്മോക്കിംഗ് അല്ല ഡ്രിങ്കിങ് അഡിക്റ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരെ കണ്ട് ഞാൻ പറയും എന്തിനാ ഇങ്ങനത്തെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വാക്ക് ഞാൻ കുറെ ട്രൈ ചെയ്തു പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതായത് ലോകത്ത് ഞാൻ വളരെ ഒരു പ്രധാന പോയിന്റ് പറഞ്ഞിരുന്നു. ഏതൊരു കുറ്റവാളിയും ജനിക്കാനുള്ളൊരു സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കണം. അത് ഒരിക്കലും ആളുകൾ ആലോചിക്കാറില്ല. എവിടെ നിന്നാണ് നിന്റെ തുടക്കം? കഴിഞ്ഞ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റേറ്റ് സമ്മേളനം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ. അപ്പൊ എന്റെ മുമ്പിൽ ബോൺ ഇൻ ഡൽഹിയിൽ ജനിച്ചിട്ടുള്ള ആനന്ദ് എന്റെ അടുത്ത് വന്നു. അതുപോലെ വേറെ 2-3 പയ്യന്മാർ കൗൺസിലിംഗ് സെന്ററിൽ വന്നു. അപ്പൊ അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മരിജുവാനെ കഞ്ചാവാണ്, അതിന്റെ ലഹരിയിലാണ്. അപ്പൊ അതിന്റെ തുടക്കത്തിന്റെ കാരണത്തിൽ ഞാൻ അവൻ എത്രത്തോളം ഇത് ഉപയോഗിക്കേണ്ടത്, എത്ര കാലം ഉപയോഗിച്ചു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ആന. അപ്പൊ എന്താണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരോട് ചോദിച്ചു, ആരാ ഉള്ളത്? ബാപ്പ നേരത്തെ ഉമ്മയെ ഉപേക്ഷിച്ചു. ഉമ്മ നേരത്തെ തന്നെ ജോലിക്കും മറ്റു കാര്യങ്ങളും. ഞാൻ എന്റെ ഉമ്മയിൽ നിന്ന് ഒരുപാട് അകന്നു. എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഉപ്പ എന്നെ ഉപേക്ഷിച്ചു, എന്റെ ഉമ്മ ജോലി തിരക്കിനിടയിൽ എന്നെ മറന്നു. അപ്പൊ ഞാൻ ഏകാന്തനെ. സ്വാഭാവികമായും ആ ഏകാന്തത ഇല്ലാതാകാൻ വഴികൾ തേടിയപ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ നിനക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ ഇത് ഉപയോഗിച്ചാൽ എങ്കിൽ നീ സ്വാഭാവികമായും എന്താവും, നിനക്ക് സമാധാനം കിട്ടും. പിന്നീട് അവൻ എന്നോട് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല. കാരണം ഇതുപയോഗിച്ച് സമയത്ത് അവൻ ഒരു സേവനം ചെയ്യില്ല ലോകത്ത്. ഇത് ഉപയോഗിക്കും, കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരിച്ചു നടക്കും. എനിക്കതിനെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി, എന്തിന് അടിമയായ ഒരാൾക്കും മോചനമുണ്ട് എന്നുള്ളതാണ്. മതഗ്രന്ഥങ്ങൾ ഞാൻ പഠിച്ചു, ഏറ്റവും കൂടുതൽ മദ്യത്തിന് അടിമകളായിരുന്നു എന്നാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്ലിംസസ് ഓഫ് ഡിക്ഷണറിയുടെ 1ാം വാള്യം 195 മുതൽ 206 വരെയുള്ള പേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരാള് മരിച്ചാല് അവർ പറഞ്ഞിരുന്നത് മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി മറമാടണം എന്നാണ്. കാരണം ഞങ്ങളുടെ എല്ലുകൾക്ക്